നിങ്ങൾ ആദ്യമായിട്ട് ടീം ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ ഹയർ ഒരു വി പേഴ്സൺ ആയിരിക്കണം, നിങ്ങളൊരു ഐ പേഴ്സൺ ആണെങ്കിൽ. നിങ്ങൾ ഫെമിനൈൻ എനർജിയിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്തതെന്നുണ്ട് നിങ്ങൾ എല്ലാത്തിനും റെസ്പോൺസിബിലിറ്റി എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ വീക്ക്നെസ്സിൽ നിന്നായിരിക്കും റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത്. ഒരേ മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്തില്ലെന്ന് ഉറപ്പുവരുത്തുക. ഇതൊരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള വൈറ്റൽ ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. എന്നോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ടീം എങ്ങനെ ബിൽഡ് ചെയ്യാം, അതിനെക്കുറിച്ചൊന്ന് പറയാവോ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അത് മാത്രമല്ല, ആൾക്കാരെ സംബന്ധിച്ചോളം എങ്ങനെയാണ് എൻ്റെ ടീമിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അതായത് എന്നെ സംബന്ധിച്ചോളം എൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ട്, ഇത് നല്ല ആൾക്കാരാണ്, എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്. ചില ആൾക്കാർ നല്ലതായിട്ട് വർത്താനം പറയുന്നുണ്ട്, ആ വർത്താനം കേൾക്കുമ്പോൾ നമ്മൾ വീണ് പോയിട്ട് ഇത് ഇവരെ ശരിക്കും പെർഫോം ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ട്. ചിലപ്പോൾ അവർ പെർഫോം ചെയ്യുന്നുണ്ടായില്ല. അത് മാത്രമല്ല, നിങ്ങളെ സംബന്ധിച്ചോളം ആസ് എ സിഇഒ എന്ന രീതിയിൽ നിങ്ങൾ ചില സ്റ്റേജസിലൂടെ കടന്നു പോകാറുണ്ട്. നമ്മളെ സംബന്ധിച്ചോളം ഓരോ ഡെക്കേഡിലും നമ്മൾ ചെറിയ രീതിയിൽ ഓരോ ലെവലിൽ നമ്മൾ ഗ്രോ ചെയ്യുന്നതനുസരിച്ച് നമ്മളൊരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട് നമ്മുടെ ഇന്റേണൽ ലെവലിൽ. ആ ഫ്ലിപ്പ് ഫ്ലോപ്പ് കണ്ടുപിടിച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് ഞാൻ ഇന്നത്തെ കോൺവെർസേഷനിൽ സംസാരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, റെസ്പോൺസിബിലിറ്റി എടുക്കുന്നതിനെ കുറിച്ച് ഞാൻ എൻ്റെ ഫാദറിൻ്റെ നിന്ന് പഠിച്ച ഒരു കാര്യം, എനിക്ക് അതോടുകൂടി നമ്മൾ ആ കോൺവെർസേഷൻ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഫാദറിൻ്റെ നിന്ന് പഠിച്ച ഒരു കാര്യം, എൻ്റെ ഫാദറിൻ്റെ നിന്ന് പഠിച്ച മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി. സാധാരണ രീതിയിൽ ഒരു കർഷകനായിട്ടുള്ള ഒരാളായിരുന്നു എൻ്റെ ഫാദർ, പക്ഷെ എന്നാലും ആള് മാനേജ്മെൻറ്റിനെ എങ്ങനെ കണ്ടിരുന്നു എന്നതിനെക്കുറിച്ച് അതിൽ നിന്ന് ഞാൻ പഠിച്ച പ്രധാനപ്പെട്ട പാഠങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ടീം ബിൽഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ വേൾഡ് ക്ലാസ് ടീം ബിൽഡ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആസ് എ ഹ്യൂമൻ, ഞാൻ ആസ് എ ഹ്യൂമൻ, നമ്മളെപ്പോഴും സെൽഫ് ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്റ്റേജ്, ഗ്രൂപ്പ് ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്റ്റേജ്, ഇങ്ങനെ രണ്ട് സ്റ്റേജിലൂടെ കടന്നു പോകുന്നുണ്ട്. ലോകത്തിൽ നിങ്ങൾ ഒരുപക്ഷെ എൻ്റെ പഴയ ഒരു വീഡിയോയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ രണ്ട് തരത്തിൽ കൾച്ചറുണ്ട്. ഒന്നെന്ന് വെച്ചാൽ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള സൊസൈറ്റി, ട്രൈബൽ ആയിട്ടുള്ള സൊസൈറ്റി, പ്ലൂറൽ സൊസൈറ്റി, സിംഗുലർ സൊസൈറ്റി എന്നൊക്കെ പല വാക്കുകൾ ഉപയോഗിക്കും. ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള സൊസൈറ്റി, വെസ്റ്റേൺ സൊസൈറ്റീസ് ജനറലി ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഞാൻ എൻ്റെ കാര്യം എൻ്റെ കാര്യം ആ ഒരു ലെവലിൽ, വേറെ ആൾക്കാർ എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് എൻ്റെ ഫ്രീഡം വേണം. ഈസ്റ്റേൺ കൾച്ചർ ജനറലി സ്പീക്കിംഗ്, ഇന്ത്യ മാത്രമല്ല, ചൈന, ഈ പറഞ്ഞ ഇന്തോനേഷ്യ, മലേഷ്യ, ഇങ്ങനെയുള്ള പല രാജ്യങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ആസ് ആൻ ഈസ്റ്റേൺ കൾച്ചർ നമ്മൾ ഒരു പ്ലൂറൽ സൊസൈറ്റിയാണ്, അല്ലെങ്കിൽ ഒരു ട്രൈബൽ സൊസൈറ്റിയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ സംബന്ധിച്ചുള്ള നമ്മൾ നാട്ടുകാരുടെ കാര്യങ്ങളിൽ ഇടപെടും, വേറെ ആൾക്കാരുടെ കാര്യങ്ങളിൽ അൺനെസസറി ആയിട്ടും സ്നേഹം കൊണ്ടും ഇടപെടും. നമ്മളിപ്പോൾ അമേരിക്കയിൽ ജീവിക്കുകയാണെങ്കിലും സാധാരണഗതിയിൽ മലയാളികളെ കൊണ്ട് ചിലപ്പം പല കോൺഫ്ലിക്റ്റും പല കൺഫ്യൂഷൻസൊക്കെ ഉണ്ടാകാം. പക്ഷേ അൾട്ടിമേറ്റ്ലി വെൻ യു ആർ ഇൻ നീഡ്, മലയാളികൾ ഷോ അപ്പ് ചെയ്യും. അമേരിക്കൻസ് ഷോ അപ്പ് ചെയ്യണമെന്നില്ല, അവരവരുടെ വഴിക്ക് പോകും. എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ എന്താ കാര്യം എന്നുള്ള രീതിയിൽ. ഇതിൻ്റെ ഒരു ഇന്റേണൽ റെപ്രസെൻറ്റേഷൻ നിങ്ങളുടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴും. നിങ്ങളുടെ കോൺഷ്യസ്നെസ് നെക്സ്റ്റ് ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, നിങ്ങൾ ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് മാറുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഫോക്കസ്, ജനറലി സ്പീക്കിംഗ്, ഇത് എല്ലാവർക്കും നിർബന്ധം ഉണ്ടാകണമെന്നില്ല, പക്ഷെ മോസ്റ്റ് ആൾക്കാർക്ക് ജനറലി സ്പീക്കിംഗ് അവർ ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിൽ മാറുന്നതിനനുസരിച്ച് അവർ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺ, ഇതിന് ഞാൻ ഐ സ്റ്റേജ് എന്നാണ് പറയുന്നത്, ഐ സ്റ്റേജ് അല്ല ഐ ഫേസ്, അതായത് ഞാൻ എൻ്റെ കാര്യം എന്ന് പറഞ്ഞ ഫോക്കസ് ഉള്ള സിറ്റുവേഷൻ, ആ സ്പേസിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടെ ഗ്രോ ചെയ്യുമ്പം വി ഫേസിലേക്ക് മാറും നമ്മളുടെ ലോകം. പിന്നെ ഇൻട്രസ്റ്റിംഗ്ലി കുറച്ചുകൂടെ വളർന്നു കഴിയുമ്പം നമ്മൾ പിന്നെ ഐ ഫേസിലേക്ക് മാറും, പിന്നെ കുറച്ചുകൂടെ വളർന്നു കഴിയുമ്പോൾ നമ്മൾ വി ഫേസിലേക്ക് മാറും. ഇങ്ങനെ ഐ ഫേസ് വി ഫേസിൽ ട്രാൻസിഷൻ ഒരു ഹ്യൂമന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഫ്ലിപ്പ് ഫ്ലോപ്പാണ്, അതായത് മുന്നോട്ട് പോകും, പുറകോട്ട് പോകും, മുന്നോട്ട് പോകും, പുറകോട്ട് പോകും, അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത് പുറകോട്ട് പോകുമെന്ന് വിചാരിക്കേണ്ട, ഇറ്റ്സ് എ ഗ്രാജുവൽ ഒരു പ്രോഗ്രഷനാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പിന്നെ മറ്റൊരു വീഡിയോയിൽ വേറൊരു ഇതായിട്ട് സംസാരിക്കുക. പക്ഷേ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് ടീം ബിൽഡ് ചെയ്താലും നിങ്ങൾ ഐ സ്റ്റേജ് ഓഫ് ലൈഫിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ടീം ബിൽഡിങ് കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാണ്. ആൾക്കാർ കുറച്ചുകൂടെ ഹേറ്റ് ചെയ്യും നിങ്ങളോട് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റീവ് ജോബ്സ് പ്രിറ്റി മച്ച് കമ്പനികൾ ബിൽഡ് ചെയ്ത സമയത്ത് പുള്ളിയുടെ ഐഡന്റിറ്റി ഇതുപോലെ ഭയങ്കര ഹൈ ആയിട്ടുള്ള ഐഡന്റിറ്റി ഉള്ള ഒരാളാണ് സ്റ്റീവ് ജോബ്സ്. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉള്ള ആളാണ് സ്റ്റീവ് ജോബ്സ്. സെയിം ആസ് ഇലൻ മസ്കും വളരെ സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉള്ള ആളാണ്. അപ്പോൾ ആ ആൾക്കാരിൽ ഈ ഐ സ്റ്റേജ് കുറച്ചുകൂടെ കൂടുതലാകാം ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് എന്നാ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ, ഈ ആൾക്കാരോട് വർക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ് ആക്ച്വലി. ഓക്കെ, ഈ എക്സ്ട്രീം ഹൈ ആയിട്ടുള്ള ആൾക്കാർ. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഫണ്ടമെന്റൽ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഏത് സ്റ്റേജിലാണെന്ന് കണ്ടുപിടിക്കുക. ഇപ്പം നിങ്ങൾ ഏത് സ്റ്റേജിലാണ്? ഐ സ്റ്റേജ് ഓഫ് ലൈഫിലാണോ, അതേ വി സ്റ്റേജ് ഓഫ് ലൈഫിലാണോ? നമുക്ക് എല്ലാവർക്കും കൂടെ പോയി സിനിമയ്ക്ക് പോവാം. നിങ്ങൾ അങ്ങനെയല്ല, ഞാൻ തന്നെ സിനിമയ്ക്ക് പോയി, എനിക്കൊരു മനസ്സമാധാനത്തിൽ പോയി സിനിമ പോയി കാണുന്നുണ്ട്, വേറെ ആരും ഇല്ലാതെ. യുവന്മാർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് നമുക്ക് അതാണ് ഐ സ്റ്റേജ്.
അപ്പോൾ ഐ സ്റ്റേജ് ഉള്ള വേറെ ആൾക്കാരിൽ നിന്ന് മാറി ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇത് ഇൻട്രോവേർട്ടും എക്സ്ട്രോവേർട്ടും ആയിട്ടല്ല ഞാൻ പറയുന്നത്, ഇതൊരു സ്റ്റേജ് ഓഫ് ലൈഫാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഐ സ്റ്റേജ് ഓഫ് ലൈഫിലാണെങ്കിൽ നിങ്ങളുടെ താഴെ ഒരു വി സ്റ്റേജിൽ അല്ലെ വി ഫേസിൽ നിൽക്കുന്ന ഒരു മനുഷ്യജീവി ഉണ്ടാകണം നിങ്ങളും നിങ്ങളുടെ ടീമിനിടയ്ക്ക്. മറ്റു രീതിയിൽ പറഞ്ഞാൽ നിങ്ങളുടെ ടീമിലെ ആദ്യത്തെ ഹയർ, ഇപ്പം നിങ്ങൾ ആദ്യമായിട്ട് ടീം ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ ഹയർ ഒരു വി പേഴ്സൺ ആയിരിക്കണം, നിങ്ങളൊരു ഐ പേഴ്സൺ ആണെങ്കിൽ. ക്ലിയർ ആണല്ലോ അല്ലേ? തിരിച്ച് നിങ്ങളൊരു വി പേഴ്സൺ ആണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ടീമിനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്ത് പോകാൻ നാച്ചുറലി പറ്റും. കാരണം എന്താ വെച്ചാൽ നാച്ചുറലി നിങ്ങൾ ആ ഫേസ് ഓഫ് ലൈഫിൽ ആൾക്കാർ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യും. നിങ്ങൾ ആ കമ്മ്യൂണിറ്റി എലമെൻറ്റുമായിട്ടാണ് എപ്പോഴും തിങ്ക് ചെയ്ത് പോകുന്നത്. നമുക്ക് പോകാം, നമുക്ക് അച്ചീവ്, അവർക്ക് ആ സോഷ്യൽ യൂണിറ്റി ഫീലിംഗ് കിട്ടും. അപ്പം ഇതാണ് ഏറ്റവും ഫണ്ടമെൻ്റലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ടീം ബിൽഡിങ്ങിന് പ്രീ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇൻഫർമേഷൻ. ടീം ബിൽഡിങ്ങിന് മുമ്പ് പ്രീ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് റെസ്പോൺസിബിലിറ്റി ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് ഞാൻ എൻ്റെ ഫാദറിൻ്റെ നിന്ന് പഠിച്ചു എന്ന് ഞാൻ പറഞ്ഞ കാര്യം. അപ്പം ഞാൻ ചെറുപ്പത്തിൽ ഞാൻ കേരളത്തിൽ പാലായി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, രാമപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. അപ്പം എൻ്റെ ഫാദർ സാധാരണ കർഷക കുടുംബത്തിൽ നിന്ന് വന്ന് ആൾ ഞങ്ങളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അവിടെ തന്നെ കുർജി എന്ന് പറഞ്ഞൊരു സ്ഥലത്തുനിന്ന് രാമപുരം എന്ന സ്ഥലത്തേക്ക് താമസം മാറ്റി ഞങ്ങളുടെ എഡ്യൂക്കേഷന് വേണ്ടി പ്രയോറിറ്റി കൊടുത്ത്, ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പ്രയോറിറ്റി കൊടുത്ത് അവിടെ വന്ന് താമസിച്ച ഒരാളാണ്. അപ്പം ആള് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡേൺ തിങ്കിങ് ഉള്ള ആളായിരുന്നു, ഒരുപാട് ഡയമെൻഷനിൽ തിങ്കിങ് ഉള്ള ആളായിരുന്നു. അത് ഞാൻ മറ്റൊരു ദിവസം പല പല സിറ്റുവേഷനിൽ ഞാൻ ആളുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള തിങ്കിങ്ങളെ കുറിച്ച് ഷെയർ ചെയ്യാം. പക്ഷേ ഇന്ന് ഞാൻ പർട്ടിക്കുലർ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം വെച്ചാൽ റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. അതായത് നമ്മൾ വീട്ടിൽ, ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് ഞാൻ ഇച്ചിരി അലമ്പനായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ സ്കൂളിൽ ചില സമയത്തൊക്കെ പഠിക്കുമായിരുന്നു, ചില സമയത്ത് പഠിക്കുകയല്ല, ക്ലാസ്സിൽ ആൾക്കാരോട്ട് വഴക്കുണ്ടാക്കും, അടിപിടി ഉണ്ടാക്കും, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും, സാറുമാരുമായിട്ട് വഴക്കുണ്ടാക്കും, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പം ആ സിറ്റുവേഷനിൽ എനിക്ക് പക്ഷെ പേടിയാണ് കേട്ടോ, ഭയങ്കര പേടിയുള്ള ആളാണ്. നാട്ടിലൊക്കെ പേടിസൂരി എന്ന് പറയുന്നത് ഭയങ്കര നമ്മളെ കുറിച്ചാണ് അത് പറഞ്ഞുകൊണ്ടിരുന്നത്. അത്രയ്ക്ക് ഭയങ്കര പേടിയാണ്, ഫിസിക്കലി ഒരാളായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന ഭയങ്കര പേടിയുള്ള ആളാണ്. അപ്പോൾ പക്ഷെ അന്ന് എന്തോ കുറെ കുറച്ച് കളരിപ്പയറ്റൊക്കെ പോയി പഠിച്ചു. എനിക്ക് 8 കരാട്ടെ മൊഡാലിറ്റികളിൽ വൈറ്റ് ബെൽറ്റ് ഉണ്ട്. വൈറ്റ് ബെൽറ്റ് ആണുള്ളത്. ഒരെണ്ണം യെല്ലോയിലേക്ക് മാറിയായിരുന്നു, കഷ്ടം. ഒരു യെല്ലോ ബെൽറ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, ഒരെണ്ണം ജസ്റ്റ് യെല്ലോയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ കരാട്ടെ പഠിച്ചായിരുന്നു, ഷോറിൻ ട്രീവിൻ്റെ കരാട്ടെ. പിന്നെ ഇവിടെ അമേരിക്ക വന്നിട്ട് ഞാൻ കരാട്ടെ പഠിച്ചു. ഒരുപാട് കരാട്ടകളിൽ എനിക്ക് വൈറ്റ് ബെൽറ്റ് ഉള്ള ആളാണ്. ഓക്കെ, എനിവേ, അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് ആയിരുന്നു എന്നെ സംബന്ധിച്ചോളം. വേറെ ആരുടെയും ഇതുകൊണ്ടല്ല, ഞാനൊരു കൺഫ്യൂസ്ഡ് കിഡ് ആയിരുന്നു. അപ്പൊ പപ്പ എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, എന്ത് പ്രശ്നമാണെങ്കിലും ഉണ്ടായിക്കോട്ടെ, സ്കൂളിലോ സാറുമാരുമായിട്ടോ പിള്ളേരുമായിട്ടോ എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ, വഴക്കുണ്ടാക്കി എന്തോ ഉണ്ടായിക്കോട്ടെ, ഒരു പ്രശ്നമില്ല, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം, ബാക്കി എൻ്റെ അടുത്ത് വന്ന് ഓടി വന്ന് പറയണം. വേറെ ആൾ പറഞ്ഞ് ഞാൻ അറിയരുത്, എൻ്റെ അടുത്ത് വന്ന് പറയണം. അപ്പം ഞാനപ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് അത് ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേന് ഞാൻ ഡാഡിൻ്റെ അടുത്ത് എന്നിട്ട് പറയുമ്പോൾ പുള്ളിക്കാരൻ അത് ഹാൻഡിൽ ചെയ്യും, പെർഫെക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യും. കുറച്ച് കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്തെങ്കിലേ ഉള്ളൂ കുഴപ്പമുള്ളൂ. അപ്പം ഞാൻ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ വീട്ടിലോട്ട് ഓടുവാണ്, ഞാൻ വീട്ടിലോട്ട് ഓടിപ്പോരുവാണ്. അതായത് എന്നാ വെച്ചാൽ എന്തൊരു പ്രശ്നം ഉണ്ടാകുന്ന ദിവസങ്ങളിൽ ഞാൻ വീട്ടിലോട്ട് പറന്നു വരുവാണ്, അതെ, സൈക്കിളൊക്കെ ആയിട്ട് വിട്ടുപോരുവാണ്. അതായത് പപ്പ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടോ, ഇങ്ങനൊരു സാധനം ഉണ്ടായിട്ടോ, ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞേക്കാം. എന്താ സിറ്റുവേഷൻ വെച്ചാൽ ട്രാൻസ്പെറൻസി ക്രിയേറ്റഡ്. ഞാനിനി 5 pillars ഓഫ് വേൾഡ് ക്ലാസ് ടീം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചില ഒരു ആട്രിബ്യൂട്ട്സ് അവിടെ ഓൾറെഡി ഉണ്ടായി. ട്രാൻസ്പെറൻസി ഉണ്ടായി, ട്രസ്റ്റ് ഉണ്ടായി. അപ്പോൾ എന്നെ സംബന്ധിച്ചാൽ എനിക്ക് ട്രസ്റ്റ് ചെയ്യാം എൻ്റെ മാനേജറെ, പേരൻ്റ് എന്ന് പറഞ്ഞേക്കുന്ന മാനേജർ ഫിഗറിനെ എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആളുടെ അടുത്ത് നേരെ ചെന്ന് പറയാൻ പറ്റും എന്ന ഒരു ഓപ്പണിങ് എനിക്ക് കിട്ടി. ഇതാണ് റെസ്പോൺസിബിലിറ്റി. അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആള് റെസ്പോൺസിബിൾ ആകുവാണ് എൻ്റെ പ്രോബ്ലത്തിന്. കാരണം ഞാനൊരു യങ് ആയിട്ടുള്ള അഡൽട്ടാണ്. അപ്പോൾ യങ് അഡൽട്ട് എന്ന രീതിയിൽ എൻ്റെ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഞാൻ ബാക്കി ഹാൻഡിൽ ചെയ്യണം, ബാക്കി ഞാൻ നോക്കിയോളാം, എന്ത് വേണമെങ്കിലും ചെയ്തോളാം. അപ്പം ഈ ഒരു ഫീല് നിങ്ങളുടെ എംപ്ലോയീസിന് നമുക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വേൾഡ് ക്ലാസ് ടീമിൻ്റെ തുടക്കം ഇരിക്കുന്നത്. അപ്പം അത് എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യരുത്, ഇത് കൂടുതലാണ്, ഇത് കുറവാണ്, അതെല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പം സ്പെസിഫിക്കലി റെസ്പോൺസിബിലിറ്റി നിങ്ങൾ സ്ട്രെങ്തിൽ നിന്ന് എടുക്കുക.
മെന്നിനോട് ഞാൻ പറയുവാണ്, നിങ്ങൾ റെസ്പോൺസിബിലിറ്റി എടുക്കുക. വിമനോട് ഞാൻ പറയുവാണ്, നിങ്ങൾ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത് കുറയ്ക്കുക. രണ്ടും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, ഞാൻ സ്പെസിഫിക് ആയിട്ട് ക്ലിയർ ആക്കി തരാം. മെൻ ഒരുപാട് സമയങ്ങളിൽ വേറെ ആൾക്കാരെ റെസ്പോൺസിബിൾ ആക്കാറുണ്ട്. നിങ്ങൾ അങ്ങനെയാണെന്നല്ല, ജനറലി സ്പീക്കിംഗ് ഞങ്ങൾ പറയുവാണ്. നീ അങ്ങനെ ചെയ്തില്ലേ, അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ എന്ന് പറയും. മെന്നെ സംബന്ധിച്ചുള്ള കുറച്ചുകൂടെ സൈക്കോളജിക്കലായിട്ടുള്ള ചിലപ്പോൾ കറേജ് കൂടുതലുണ്ടാവും, ചില ആൾക്കാർക്ക് പവർ കൂടുതലുണ്ടാവും, ഈ കൾച്ചറിന്റെ ഫാക്ടറൊക്കെ കാരണം. അപ്പൊ നിങ്ങൾ മെൻ എന്നാ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത് സ്ട്രെങ്തിൽ നിന്ന് എടുക്കുക, പവറിൽ നിന്ന് എടുക്കുക. നിങ്ങൾ വീക്ക് ആയതുകൊണ്ടല്ല നിങ്ങൾ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത്. ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. അവരെന്നാ വിചാരിക്കുമെന്ന് ഓർത്തിട്ടല്ല, നിങ്ങൾ ട്രൂലി റെസ്പോൺസിബിൾ ആകുവാണ്. ഞാനൊരു സ്ട്രോങ് ആയിട്ടൊരു പേഴ്സൺ ആയതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഈ പർട്ടിക്കുലർ പ്രോബ്ലത്തിന് ഞാൻ റെസ്പോൺസിബിൾ. അതെങ്ങനെ ട്രാക്ക് ചെയ്ത് സ്പെസിഫിക്കലി എടുക്കണം കാണിച്ചു തരാം. വിമനോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത് കുറച്ച്. കാരണം വിമന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നിങ്ങൾ കൂടടച്ച് റെസ്പോൺസിബിലിറ്റി എടുക്കുന്നവരാണ്. കൂടടച്ച് റെസ്പോൺസിബിലിറ്റി എടുക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ എല്ലാവരെയും കുറിച്ചല്ല പറയുന്നത് കേട്ടോ. ഇപ്പം ബീന കണ്ണൻ അങ്ങനെ എടുക്കുന്ന ഒരാളായിരിക്കണം എന്നില്ല. കാരണം ആ ആള് കുറച്ചുകൂടെ വേറൊരു എക്സ്പീരിയൻസിലൂടെ ഒരു ഡയമെൻഷൻ ഓഫ് മാസ്കുലൻ എനർജിയിൽ നിന്ന് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാണ്. പക്ഷെ നിങ്ങൾ ഫെമിനൈൻ എനർജിയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ജനറൽ ടെൻഡൻസി എന്നാന്ന് വെച്ചാൽ, ജനറലി വിച്ച് ഇസ് ബ്യൂട്ടിഫുൾ ടു. മാസ്കുലൻ എനർജിയിൽ നിന്നും ഫെമിനൈൻ എനർജിയിൽ നിന്നും ഒക്കെ നമുക്ക് ബിസിനസ്സിൽ റൺ ചെയ്യാവേ. ഞാൻ ബീനയുടെ എക്സാമ്പിൾ പറയുകയാണ്. അപ്പൊ ആ നിങ്ങൾ ഫെമിനൈൻ എനർജിയിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്തതെന്നുണ്ട്, നിങ്ങൾ എല്ലാത്തിനും റെസ്പോൺസിബിലിറ്റി എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ വീക്ക്നെസ്സിൽ നിന്നായിരിക്കും റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, നിങ്ങളെ സംബന്ധിച്ചുള്ള അവരെല്ലാം പോട്ടെ, ഞാനിതിനെല്ലാം ഉത്തരവാദിയാക്കാം, ആ എനർജിയിൽ നിന്ന് നിങ്ങൾ റെസ്പോൺസിബിലിറ്റി ദയവ് ചെയ്ത് എടുക്കരുത്. അപ്പൊ വിമനെ സംബന്ധിച്ചോളം നിങ്ങൾ റെസ്പോൺസിബിൾ ആകണം. ഞാൻ ഈ പറയുന്ന പർട്ടിക്കുലർ സ്ട്രക്ചറിൽ നിങ്ങൾ റെസ്പോൺസിബിൾ ആകണം. മാനും റെസ്പോൺസിബിൾ ആകണം. പക്ഷെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ. ഓക്കെ, അപ്പൊ എവിടെയൊക്കെ എങ്ങനെയാണ് റെസ്പോൺസിബിലിറ്റി, ആർക്കാണ് ക്രെഡിറ്റ് കിട്ടുന്നത്, ഇതാണ് സിറ്റുവേഷൻ. ഞാൻ നല്ലത് ചെയ്തു, ഞാൻ CEO എന്ന രീതിയിൽ ഞാൻ നല്ലത് ചെയ്തു, കമ്പനിക്ക് വളർച്ച ഉണ്ടാക്കിയാൽ ചെറിയ ലെവലിലെങ്കിലും നിങ്ങളുടെ ടീം എന്തെങ്കിലും ലെവലിൽ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ വി ഗെറ്റ് ക്രെഡിറ്റ്. ഐ വിൻ, വി ഗെറ്റ് ക്രെഡിറ്റ്. ഞാനാണ് മുഴുവൻ 95% വർക്ക് ഞാനായിട്ട്. എൻ്റെ ടീം, ഓഫ് കോഴ്സ് എൻ്റെ ടീമില്ലാതെ എനിക്ക് വർക്ക് ചെയ്തില്ല. ചിലപ്പോൾ 1%, 2% വർക്ക് കിട്ടുള്ളൂ. 97%, 98% എൻ്റെ വർക്കാണ്. ആണെങ്കിലും ഗീവ് ക്രെഡിറ്റ് ടു ടീം. ഇതാണ് മച്ചുവർ ആയിട്ടുള്ള ലീഡേഴ്സിന്റെ ലക്ഷണം. അപ്പൊ നിങ്ങൾ പറഞ്ഞു എന്നോട് വേൾഡ് ക്ലാസ് ടീം ഉണ്ടാക്കാനാ പറഞ്ഞു, ഇത് എന്നെ നന്നാക്കാൻ ഇറങ്ങിയേക്കോണോ? തീർച്ചയായിട്ടും നിങ്ങൾ നന്നാക്കുന്നതും ഞാൻ നന്നാകുന്നതിലൂടെയാണ് വേൾഡ് ക്ലാസ് ടീം ആദ്യം ഉണ്ടാകുന്നത്. അത് നിങ്ങൾ റിയലൈസ് ചെയ്യണം. വേൾഡ് ക്ലാസ് ടീം നിങ്ങളുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. കാരണം നിങ്ങളുടെ ഉള്ളിലെ ക്യാരക്ടറിലാണ് വേൾഡ് ക്ലാസ് ടീം ബിൽഡ് ആകുന്നത്. ഞാൻ ഒരുപാട് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകാരോട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എക്സ്ട്രീംലി സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ. അവരുടെ എല്ലാം പ്രത്യേകത എന്ന് വെച്ചാൽ അവര് ഈ ആട്രിബ്യൂട്ട് ഉള്ളവരായിരുന്നു. അതായത് അവര് 95% എഫേർട്ട് ഇട്ടു, വിൻ ചെയ്തു, 5% ടീം ഇട്ടു. നമുക്കാണ് ക്രെഡിറ്റ്, ടീമിനല്ല, നമുക്കാണ് ക്രെഡിറ്റ്. വി ഡിഡ് ഇറ്റ് എന്നാണ് അവർ പറയുന്നത്. ക്ലിയർ ആണോ? വി ഡിഡ് ഇറ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ വിൻ ചെയ്യുവാണ്. ഓക്കെ, നമ്മൾ വിൻ ചെയ്യുവാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എൻ്റെ 95% എഫേർട്ടല്ല, എൻറ്റയർ ടീമായിട്ട് നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ വി ഡിഡ് ഇറ്റ് എന്ന് പോലും അല്ല നമ്മൾ പറയുന്നത്, ദേ ഡിഡ് ഇറ്റ്. നിങ്ങൾ നന്നായിട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് 5% എഫേർട്ടേ ഉള്ളൂ, അവർക്ക് 95% എഫേർട്ടാണ്, അല്ലെ 51% എഫേർട്ടാണ് ടീമിന്. അപ്പൊ 51% എഫേർട്ട് ഇട്ട് ടീം സക്സസ്ഫുൾ ആയി, നിങ്ങളുടെ പ്രോജക്റ്റ് സക്സസ്ഫുൾ ആയി, നിങ്ങൾക്ക് പൈസ കിട്ടുന്നില്ലേ, നിങ്ങളുടെ പ്രോഫിറ്റ് ഉണ്ടാകുന്നില്ലേ, ഗ്രോത്ത്, നിങ്ങൾ ഇത്തിരി ക്രെഡിറ്റ് പുറകെ പോകുന്നത്. അതിന് പകരം ദേ ഗെറ്റ് ക്രെഡിറ്റ്. സോ വി ഡിഡ്, വി സക്സീഡ്, വി വിൻ, ദേ ഗെറ്റ് ക്രെഡിറ്റ്. ക്ലിയർ ആണോ സോ ഫാർ? മൂന്നാമത്തെ കാര്യം, വി ലൂസ്. നമ്മൾ ലൂസായി. ഓക്കെ, ഓഫ് കോഴ്സ് ഇഫ് ഐ ലൂസ്, ഉറപ്പായിട്ട് ഇത് ക്ലിയർ ആണ്. ഐ വിന്നിന്റെ നേരെ ഓപ്പോസിറ്റ് ആലോചിക്കുക. ഐ ലൂസ്, ഞാൻ തോറ്റുപോയി. അത് 95% ഞാൻ ചെയ്തു. ഇത് ഞാൻ പറയേണ്ട പോലെ ആവശ്യം വരരുത്. ഈ പോയിന്റിൽ 5% അവർ ചെയ്തു, ഞാനായിരിക്കണം ആബ്സല്യൂട്ട്ലി റെസ്പോൺസിബിൾ. അല്ലേ? അത് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട പോലും കാര്യമില്ല. നിങ്ങളാണ് റെസ്പോൺസിബിൾ. കാരണം നിങ്ങൾ തൊട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് റെസ്പോൺസിബിൾ. സോ പക്ഷെ ഞാനതൊന്നുകൂടെ എടുത്ത് പറയുവാണ്, വി ലൂസ്. പക്ഷെ നമ്മൾ എല്ലാവരോടും ഒരു കാര്യം ചെയ്തു. നമ്മൾ ആ സമയമാകുമ്പം കുറെ ആൾക്കാർ, നിങ്ങളല്ല ചില ആൾക്കാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ പയ്യെ അതേന്നങ്ങ് മാറും. അത് നിങ്ങൾ അങ്ങനെ ചെയ്തു, ഞാൻ ഗിൽറ്റി ആസ് ചാർജ്, ഞാനിത് ചെയ്തിട്ടുള്ള ആളാണ്. അറിയാതെ ചിലപ്പോൾ
ചെയ്തു പോകുന്ന ആളുമാണ്. ഓക്കെ, നിങ്ങൾ ആസ് എ ടീം ഒരു കാര്യം ലൂസ് ചെയ്തെങ്കിൽ വി ലൂസ് ടുഗദർ. നമ്മൾ ഫെയിലായി. ആ ഫെയിലിയർ അക്നോളജ് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. ഫെയിലായെന്ന് പറഞ്ഞാൽ സോ വാട്ട്, ഫെയിലായി, വാട്ട് ക്യാൻ വി ലേൺ ഫ്രം ഇറ്റ്? നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റും, ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പം നമ്മൾ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഫെയിൽ ചെയ്തു, ടുഗദർ വി ഫെയിൽഡ്, വാട്ട് ക്യാൻ വി ലേൺ ഫ്രം ഇറ്റ്? ഒരു ഫെയിലിയർ പോലും ജീവിതത്തിൽ നിങ്ങളൊരു കമ്മിറ്റ്മെന്റ് എടുക്കുക. എന്താണെങ്കിലും നിങ്ങൾ ഫെയിൽ ചെയ്യുവാണെന്നിരിക്കട്ടെ, ജീവിതത്തിലുള്ള ബിസിനസ് നിങ്ങൾ ഫെയിൽ ചെയ്യുവാണ്, അതൊന്നും ഒരു പാഠം പഠിക്കാതിരിക്കരുത്. വെറുതെ നഷ്ടമല്ലേ? നമ്മളെ സംബന്ധിച്ചോളം 1ാം ക്ലാസ്സിൽ പോയി നമ്മൾ ഇരുന്നു, ഒരു വർഷം മുഴുവൻ ഇരുന്നു, ഒരു പാഠം പഠിക്കാതിരുന്നിട്ട് എന്ത് കാര്യം? ക്ലിയർ ആണോ? അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ഏതായാലും നിങ്ങൾ ഫെയിലിയറിലൂടെ ഗോ ത്രൂ ചെയ്യേണ്ട വരുവാണ്. സോ പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു ലേൺ സംതിങ് ഫ്രം ഇറ്റ്. അപ്പൊ എന്തെങ്കിലും പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. ഫൈനലി ദേ ലൂസ്. ഈ PC വളരെ മിസ്സായി പോകാറുണ്ട്. ഇപ്പൊ എന്നോട് റീസെന്റ് ആണെങ്കിലും ഒരു ബിസിനസ് ഓണർ പറഞ്ഞു, ഞാനൊരു നല്ലൊരു റോൾ മോഡലെ കണ്ടു, ആൾ എന്ത് സിറ്റുവേഷൻ വന്നാലും റെസ്പോൺസിബിലിറ്റി എടുക്കും. എൻ്റെ ഫാദറും അങ്ങനെയായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞാൻ ചെറിയൊരു എഡിറ്റ് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ എൻറ്റയർ ആയിട്ടുള്ള പ്രോജക്റ്റ് വേറൊരാളെ ഏൽപ്പിച്ചു. എൻറ്റയർ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഒരാളെ ഏൽപ്പിച്ചു. നിങ്ങൾക്ക് അതിനകത്ത് യാതൊരു ഇൻവോൾവ്മെന്റും ഇല്ല. നിങ്ങളുടെ ടീമിനെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഏൽപ്പിച്ചു. ആ പ്രോജക്റ്റ് ഫെയിൽ ആയാൽ അതിന് അവരാണ് റെസ്പോൺസിബിൾ. അവരെ റെസ്പോൺസിബിലിറ്റി എടുപ്പിക്കാൻ പഠിപ്പിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് സിറ്റുവേഷൻ വന്നാലും ആൾക്കാർ നിങ്ങളെ ചാരിക്കൊണ്ടിരിക്കും. ആ ചേട്ടന് കുഴപ്പമില്ല, അപ്പോൾ പുള്ളിക്കാരൻ എന്ത് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി എടുത്തോളൂ. ഓക്കെ, ഓഫ് കോഴ്സ് അവർക്ക് റിസ്ക് എടുക്കാനും ഫെയിൽ ചെയ്യാനുമായിട്ടുള്ള ചാൻസസ് നിങ്ങൾ കൊടുക്കും. ഫെയിൽ ചെയ്യാൻ തന്നെയാണ് ഞാൻ പറഞ്ഞത്, സക്സീഡ് ചെയ്യാനല്ല. ഫെയിൽ ചെയ്യാനുള്ള ചാൻസ് നിങ്ങൾ കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ, അവർ ഫെയിൽ ചെയ്യട്ടെ, അവരൊരു പ്രാവശ്യം ഫെയിൽ ചെയ്യട്ടെ, ആ ഫെയിലിയറിലൂടെ അവർ പഠിക്കട്ടെ, അതിനുള്ള ചാൻസ് നമ്മൾ കൊടുക്കും. എപ്പോഴും വിജയിച്ച് തന്നെ പോകണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പൊ അവർ ഫെയിൽ ചെയ്യാനുള്ള ചാൻസ് നമ്മൾ കൊടുക്കും, ഫെയിൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കും. അപ്പൊ ആ ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റെസ്പോൺസിബിൾ ആയിക്കോളാം, നീ മുന്നോട്ട് പോക്കോ, ധൈര്യമായിട്ട് പോക്കോ, എന്ത് പ്രശ്നം വന്നാൽ ഞാൻ നോക്കിക്കോളാം. എൻ്റെ ഫാദർ പറഞ്ഞ പോലെ അത് നിങ്ങൾക്ക് പറയാം. പക്ഷേ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ ആൾക്കാരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, അത് ഫെയിലായിട്ട് അവർ വന്നു കഴിഞ്ഞാൽ അവർ റെസ്പോൺസിബിൾ ആകാൻ റെഡിയാകണം. നിങ്ങൾ റെസ്പോൺസിബിൾ ആയാൽ മതി, ഞാൻ ബാക്കി നോക്കിക്കോളാം. ക്ലിയർ ആണോ? നിങ്ങൾ റെസ്പോൺസിബിലിറ്റി എടുക്കും. ഇത് ഫാദർ എന്നെ പഠിപ്പിച്ച ഒരു കാര്യം തന്നെയാണ്. ND ചാണ്ടി എന്നായിരുന്നു എൻ്റെ ഫാദറിന്റെ പേര്. നാട്ടിലുള്ള ആൾക്കാർ ചാണ്ടി കുഞ്ഞെന്നാണ് വിളിച്ചിരുന്നത്. അപ്പൊ ആള് എന്നോട് പറഞ്ഞു, നീ റെസ്പോൺസിബിലിറ്റി എടുത്തിരിക്കണം, എന്ത് മിസ്റ്റേക്ക് വന്നാലും റെസ്പോൺസിബിലിറ്റി എടുത്തിരിക്കണം. ഇതാണ് ലീഡർഷിപ്പിന്റെ ലക്ഷണം. അപ്പൊ നിങ്ങൾ അങ്ങനെ ലീഡർഷിപ്പ് എടുക്കുവാണെങ്കിൽ എന്ത് സംഭവിച്ചു? നിങ്ങളുടെ ടീം ലീഡർഷിപ്പ് എടുത്തു തുടങ്ങും. അത് ലീഡ്സ് അസ് ടു ടീം ബിൽഡിങ്ങിലെ ഏറ്റവും കോറായിട്ടുള്ള ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രിൻസിപ്പിളിലേക്ക് കയറുവാണ്. അത് കഴിഞ്ഞ് ടീമിനെ ക്ലാസിഫൈ ചെയ്യുന്നതിലേക്ക് നമുക്ക് സംസാരം ട്രാൻസിഷൻ ചെയ്യാം. 5 പില്ലേഴ്സ് ആണ് ഒരു വേൾഡ് ക്ലാസ് ടീമിന്. 5 പില്ലേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ഒരു ആർക്കിടെക്ചർ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് പൊങ്ങി നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പില്ലേഴ്സ് വേണം, അല്ലേ? അപ്പൊ നമുക്കൊരു വലിയൊരു ഒരു റൂഫ് വെക്കണമെന്നുണ്ടെങ്കിൽ പില്ലർ വേണം. അപ്പൊ ആ പില്ലർ ഇരിക്കുന്ന ഈ 5 കാര്യത്തിലാണ്. ഒന്നാമത്തെ പില്ലർ എന്ന് പറഞ്ഞാൽ ഓതന്റിക് ട്രസ്റ്റ് ആണ്. ഓതന്റിക് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫേക്ക് ആയിട്ടുള്ള ട്രസ്റ്റ് അല്ല, ആൾക്കാരെല്ലാം ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പ്രിട്ടൻഡ് ചെയ്യുന്നതല്ല. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ വൾണറബിൾ ആയിട്ട്, ഒറിജിനൽ ആയിട്ട്, ബേസിക്കലി ഓതന്റിക് ആയിട്ട് ആൾക്കാരുമായിട്ട് ഇന്റഗ്രിറ്റിയിലാകണം. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞ വാക്കിനർത്ഥം, നമ്മളെ സംബന്ധിച്ചോളം ഞാൻ ഈ ഓണസ്റ്റി എന്ന് പറഞ്ഞതിൽ, ഓണസ്റ്റ് ജനറലി ഓണസ്റ്റ് ആകാനായിട്ട് നമ്മൾ നോക്കണം, മറ്റാൾക്കാരെ ഹർട്ട് ചെയ്യാതെ ബുദ്ധിമുട്ടാകാതിരിക്കാൻ നോക്കണം. ഓണസ്റ്റി എക്കാലം കുറച്ചുകൂടി എനിക്ക് ഇഷ്ടമുള്ള വാക്ക് ഇന്റഗ്രിറ്റിയാണ്. കാരണം ചിലപ്പോൾ 100% ആയിട്ടുള്ള സിറ്റുവേഷൻ, നമ്മളെല്ലാവരും ചെറിയ രീതിയിൽ നുണകൾ പറയുന്നവരാണ് മനുഷ്യർ. രാവിലെ എഴുന്നേറ്റ് ഭാര്യയോട് സുന്ദരിയാന്ന് പറയുന്നതും, നീയാണ് ഏറ്റവും സൗന്ദര്യമുള്ള ആളെന്നൊക്കെ പറയുന്നതും, സൗന്ദര്യമുള്ള ആളെന്ന് പറയുന്നതും, ചേട്ടനാണ് ഏറ്റവും വലിയ ഇഷ്ടം എന്നൊക്കെ പറയും. നമ്മൾ ചിലപ്പം ചെറിയ രീതിയിൽ നുണ പറയുന്ന ആൾക്കാരാണ് നമ്മൾ മനുഷ്യർ. അതേസമയം ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് ആണ്. നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ബോഡിയും നിങ്ങളുടെ സോളും ഇന്റഗ്രേറ്റഡ് ആണ്, ഒരു ഡയറക്ഷനാണ്. അതാണ് ഇന്റഗ്രിറ്റി. അപ്പൊ നിങ്ങൾ ഒറിജിനൽ ആയിരിക്കണം, ഒറിജിനാലിറ്റിയാണ്, ഓത്തന്റിസിറ്റിയാണ്. അപ്പൊ നിങ്ങൾ ഓത്തന്റിക് ആയിട്ടുള്ള ഹ്യൂമൻ ആയിരിക്കണം, ഫേക്ക് ആയിരിക്കരുത്. ഫേക്ക് കോംപ്ലിമെന്റ്സ് ദയവ് ചെയ്ത് ചെയ്യരുത്. ഫേക്ക് കോംപ്ലിമെന്റ്സ് ഹൊറിബിൾ ആണ്. കാരണം കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും ഫേക്ക് ആണെന്ന്. ലോകത്തില് എല്ലാ ആൾക്കാരും വിചാരിക്കുന്നതും മറ്റുള്ളവർ ഫിഗർ ഔട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നതും, എല്ലാ ആൾക്കാരും ഫിഗർ ഔട്ട് ചെയ്യുന്ന ഒരൊറ്റ കാര്യം എന്താണെന്നറിയോ? ഫേക്കാണ്. എല്ലാവരും ഞാൻ ഫേക്ക് ആകുമ്പോൾ ഞാൻ വിചാരിക്കുന്നതാണെന്നറിയോ? ഒരാളും ഞാൻ ഫേക്കാന്ന് കണ്ടുപിടിക്കില്ല, ഒരിക്കലും കണ്ടുപിടിക്കില്ല. ഞാൻ എന്താ നല്ല മോഹൻലാലിനേക്കാളും നല്ല ആക്ടറാണ് ഞാൻ ഫേക്ക് ആണെന്ന് ഒരാളും അറിയില്ല. പക്ഷെ റിയാലിറ്റിയിൽ എല്ലാ മനുഷ്യർക്കും അറിയാം നിങ്ങൾ ഫേക്ക് ആണെന്ന്. ക്ഷമിക്കണം.
സബ് കോൺഷ്യസിലി എങ്കിലും അറിയാം. കോൺഷ്യസിലി അറിയത്തില്ലാത്ത ആൾക്കാരുണ്ടാവും, ഒരു അറ്റൻഷൻ പേ ചെയ്യാത്ത ആൾക്കാരുണ്ടാവും. പക്ഷെ ജനറലി എല്ലാ ആൾക്കാർക്കും അറിയാം നിങ്ങൾ ഫേക്ക് ആണെന്ന്. ഫേക്ക് ആണെങ്കിൽ ഓത്തന്റിക് ആകാം, നമുക്ക് ഓത്തന്റിക് ആകാം. രണ്ടാമത്തെ ഇതിനകത്ത് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ പീപ്പിൾ ആർ ഓൾവേസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ പ്രോജക്ട്സ്. ഇത് ഡിഫിക്കൽട്ടാണ് ചിലപ്പോൾ, എസ്പെഷ്യലി അംബീഷ്യസ് ആയിട്ടുള്ള ബിസിനസ്സുകാരാണെങ്കിൽ. നിങ്ങളുടെ പ്രൈമറി ആയിട്ടുള്ള വാല്യൂ സക്സസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. പീപ്പിൾ ആർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ പ്രോജക്ട്സ്. യാ, എക്സാക്ട്ലി. കാരണം ഹ്യൂമൻസ് ആർ ഒരു ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള വാല്യൂബിൾ ആയിട്ട് ക്രീച്ചറാണ് നമ്മൾ. ഓക്കെ, എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രഷ്യസ് ആയിട്ടുള്ള ഹ്യൂമൻസ് പെർഫോം ചെയ്തില്ലേ നിങ്ങൾ അവർ ജോലി കീപ്പ് ചെയ്യല. അതിനെക്കുറിച്ച് ഞാൻ പറയാം, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. പക്ഷെ യു ഓൾവേസ് റെസ്പെക്ട് പീപ്പിൾ. എപ്പോഴും നമ്മൾ ആൾക്കാരെ റെസ്പെക്ട് ചെയ്യും, ആൾക്കാരെ ഡീപ്പായിട്ട് ഒരു ഹ്യൂമൻ എന്ന രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യും. അപ്പോൾ പീപ്പിൾ ആർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ പ്രോജക്ട്സ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രോജക്റ്റ് മുന്നോട്ട് പോകാൻ പറ്റിയ പീപ്പിൾ ആയിരിക്കണം ഉണ്ടാകണ്ടേ, പക്ഷെ പീപ്പിൾ ആർ മോർ ഇമ്പോർട്ടൻറ്റ്. എപ്പോഴും പീപ്പിളിനെ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക ഒരു ലീഡർ എന്ന രീതിയിൽ. മൂന്നാമത്തെ കാര്യമാണ് ഇച്ചിരി ടഫ് ആയിട്ടുള്ള കാര്യം. ടുക്ക് മീ എ ലോട്ട് ഓഫ് ടൈം ടു ഡു ദിസ്. നെവർ ടോക്ക് ബിഹൈൻഡ് പീപ്പിൾസ് ബാക്ക്. വേറെ ആളുടെ പുറകിലൂടെ നമ്മൾ സംസാരിക്കരുത്. ഞാനും റണ്ണിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് അശോകൻ നമ്മുടെ 3 പേരുടെ ഫ്രണ്ടാണ്. നമ്മൾ അശോകനെ കുറിച്ച് സംസാരിക്കരുത് മോശമായിട്ട്. ഇത് നമ്മളുടെ കൾച്ചറിലുള്ള ഒരു ഹാബിറ്റാണ്. ഇത് ശരിക്കും നമ്മൾ വർക്ക് ചെയ്ത് നമ്മൾ എടുത്ത് കളയേണ്ടതുണ്ട്. സംഭവം നമ്മൾ ഇതിനെ എൻജോയ് ചെയ്യുന്നുണ്ട് ചെറിയ രീതിയിൽ. എങ്ങനെ എൻജോയ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് എൻജോയ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ആളുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് മറ്റാളുടെ കുറ്റം. എന്നിട്ട് അശോകന് ഞാനിവിടെ നടന്നു പോകുമ്പോൾ ഞാൻ റെനിലിനെ കുറിച്ചാണ് അശോകനോട് പറയുന്നത്. അശോക, റെനിലിനെ സൂക്ഷിക്കണം കേട്ടോ, അത്ര ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളല്ലെന്നാ തോന്നുന്നു കേട്ടോ. ക്ലിയർ ആണോ? സംഹൗ ഇത് നമ്മളുടെ എന്ന് പറഞ്ഞാൽ മലയാളികളുടെ ബ്ലഡിൽ ചെറിയ രീതിയിലുണ്ട്. അപ്പം ഇത് നമ്മൾ വളരെ എഫക്റ്റീവായിട്ട് എഫേർട്ട് ഇട്ട് ലീഡർഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കേണ്ട ഏരിയയാണ്. അതൊരു ഡിസിപ്ലിനാണ്, ഒരു ചലഞ്ചിങ് ആയ ഡിസിപ്ലിനാണ് അങ്ങനെ ചെയ്തെടുക്കാൻ. അങ്ങനെ ഒരു ഡിസിപ്ലിൻ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ മറ്റൊരാളില്ലാത്ത പ്രസൻസിൽ അവരുടെ പ്രസൻസ് നിങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞു, അശോക നിങ്ങൾ ശരിയല്ല കേട്ടോ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ. പക്ഷേ അവരുടെ പ്രസൻസ് ഇല്ലാത്തപ്പം നിങ്ങൾ അവരെക്കുറിച്ച് ഗോസിപ്പ് ചെയ്യരുത്, എസ്പെഷ്യലി നിങ്ങളുടെ ടീം മെമ്പേഴ്സിനെ കുറിച്ച്. കാരണം നിങ്ങൾ ഒരാളോട് ഗോസിപ്പ് ചെയ്യുമ്പം ഞാനും വിചാരിക്കുന്നത് എന്താണ്, ആരും അറിയില്ല, ഞാൻ ഇവരോട് 2 പേരോടും പറഞ്ഞിട്ടുണ്ട്, 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയല, അവർ 2 പേരും ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കും നിങ്ങളുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല ഇവർ 2 പേർക്കും അറിയാം മറ്റേ ആളോട് നിങ്ങൾ പറഞ്ഞു എന്നുള്ള കാര്യം. അപ്പം ദയവ് ചെയ്ത് നോ ഗോസിപ്പിംഗ്. ഇതാണ് പ്രൈമറി ഫൗണ്ടേഷൻ, ആദ്യത്തെ പില്ലറാണ് നിങ്ങളുടെ വേൾഡ് ക്ലാസ് ടീം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ. വേൾഡ് ക്ലാസ് ടീമിൽ ഉണ്ടാകണമെന്നതിൻ്റെ രണ്ടാമത്തെ കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡൈനാമിക് ടെൻഷൻ എന്ന് പറഞ്ഞ ഐഡിയ ആണ്. ഡൈനാമിക് ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാൻ രസമില്ലാത്ത കാര്യമായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ വെച്ചാൽ നിങ്ങളുമായിട്ട് ഡിസഗ്രി ചെയ്യാൻ അവരെ പഠിപ്പിക്കുക. ഞാനല്ല CEO, ഞാൻ പറയുന്ന പോലെ എല്ലാവരും ചെയ്യേണ്ടത് അല്ല. നിങ്ങൾ പറയുന്ന പോലെ എല്ലാവരും ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ആടുകളെ മേയിച്ചാൽ മതി, അല്ല പശുക്കളെ മേയിച്ചാൽ മതി. അവർ അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് പോകും. പട്ടിയാണെങ്കിലും അത്ര ലിസൺ ചെയ്യല. പശുക്കളാണെങ്കിൽ അങ്ങോട്ട് തരികയെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തരും, ഇങ്ങോട്ട് തരുമെന്ന് ഇങ്ങനെ തരും, പാല് തരാൻ പറഞ്ഞാൽ പാല് തന്നു. അതല്ല നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് ലീഡേഴ്സാണ് വേണ്ടത്. ലീഡേഴ്സിന് സ്വന്തമായ അഭിപ്രായങ്ങളുണ്ടാവും, അവർക്ക് സ്വന്തമായ ലോകം ഉണ്ടാവും, സ്വന്തമായ ചിന്തയുണ്ടാവും. നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന മാത്രമല്ല അവരുടെ ജീവിതം, അവർക്ക് സ്വന്തമായ ലൈഫുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ലേവ് ജോബ് ചെയ്ത് മരിക്കുക എന്നുള്ളതല്ല അവരുടെ ഗോള്. അവർക്ക് സ്വന്തമായിട്ടുള്ള ലൈഫും ആസ്പിറേഷൻസും അവരുടെ സ്വപ്നങ്ങളും എല്ലാം ഉണ്ട്. അപ്പം നിങ്ങളുടെ ജോലി എന്നാന്ന് വെച്ചാൽ നിങ്ങളുമായിട്ട് ഡിസഗ്രി ചെയ്യാൻ അവരെ പഠിപ്പിക്കുക. എന്ന് പറഞ്ഞാൽ ചുമ്മാ റാൻഡമലി ഡിസഗ്രി ചെയ്യാനായിട്ടല്ല, നിങ്ങൾക്കൊരു വാലിഡ് ആയിട്ടുള്ള പോയിന്റ് അല്ല നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡിസഗ്രി വിത്ത് മീ എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റണം. ഇതിന് കുറച്ച് ഹ്യൂമിലിറ്റി വേണം. കാരണം വെച്ചാൽ നമ്മളുടെ ധാരണ എന്നാണ്, നമ്മൾ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്, നമ്മൾ വലിയ കമ്പനിയുടെ CEO ആണ്, നമ്മൾ പറയുന്നതിന് അപ്പുറമായിട്ട് വേറെ ഒന്നും ഇല്ലല്ലോ. ഞാൻ പറയുന്നിടത്താണ് ഞാൻ പിടിച്ചേക്കുന്ന മുയലിന് 4 കൊമ്പ് 4.5 കൊമ്പ് എന്നാണ് മോസ്റ്റ് ആൾക്കാരും വിചാരിക്കുന്നത്. അങ്ങനെ നിന്നാലല്ലേ അവരൊക്കെ ഇതാകുള്ളൂ. അല്ല, നിങ്ങൾ ബിസിനസ് ട്രൂലി ഗ്രോത്ത് ഉള്ളൊരു കമ്പനി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഹ്യൂമിലിറ്റി പ്രാക്ടീസ് ചെയ്യാൻ റെഡിയാകണം. ഞാൻ സിലിക്കൺ വാലി ആൾക്കാരോട് വർക്ക് ചെയ്യുമ്പോൾ അവർ കൺസിസ്റ്റൻ്റ്ലി പറയാറൊരു തീമാണ്, അതായത് ഇപ്പോൾ ഗൂഗിളിൻ്റെയോ അല്ലെ ഫേസ്ബുക്കിലെയോ ആ ലെവൽ ഓഫ് ആൾക്കാരുമായിട്ട്, ഗൂഗിളിലെ ആൾക്കാരോട് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, ഫേസ്ബുക്കിലെ ആൾക്കാരുടെ, മൈക്രോസോഫ്റ്റ് സീനിയർ ലെവലിലുള്ള ആൾക്കാരുടെ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ CEOസിൻ്റെ ഉള്ള പ്രത്യേകത എന്താണെന്നറിയോ? അവര്
ഒരേ സമയത്ത് ടഫുമാണ്, അതേ സമയത്ത് ഫ്രണ്ട്ലിയാണ്. ഇതിനെക്കുറിച്ച് ഒരു സെക്കൻഡ് വരും. റിസൾട്ടിന്റെ കാര്യത്തിൽ അവർ വളരെ ടഫാണ്, പക്ഷെ പേഴ്സൺ എന്ന രീതിയിൽ അവർ വളരെ കെരിസ്മാറ്റിക് ആണ്. ചില ആൾക്കാർ നമ്മളെ സിഇഒസ് വിചാരിക്കും നമ്മൾ ടഫാണ്, പക്ഷെ കരിസ്മാറ്റിക്കും ആയിരിക്കണം. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ ടഫ് ആകരുതെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരാൾ പറയുന്നത് നിങ്ങളെക്കാളും ബെസ്റ്റ് ആയിട്ടുള്ള ഐഡിയ ആണെങ്കിൽ നിങ്ങൾ അവർ പറഞ്ഞ് കേൾക്കുന്നില്ല, നിങ്ങൾ എന്തൊരു ബുദ്ധിഹീനനാണ്. ഞാൻ എന്തൊരു ബുദ്ധിഹീനനാണ്. കാരണം എൻ്റെ ടീം മെമ്പർ എന്നെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നു, ഞാൻ പറയുന്നത് അതൊന്നുമല്ല, ഞാൻ പറഞ്ഞതുകൊണ്ട് മണ്ടത്തരം എൻ്റെ ബിസിനസ്സിന് മോശമായിട്ടുള്ള ഡിസിഷൻ എടുക്കണം. അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒരുപാട് കമ്പനികൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് ലേൺ ഹ്യൂമിലിറ്റി ആൻഡ് സേ ദാറ്റ് ഓക്കെ പ്ലീസ് ഡിസഗ്രി വിത്ത് മീ. ഞാൻ പറയുന്നത് വാലിഡ് പോയിന്റ് ആണ്. നിങ്ങൾ ഇമോഷണലി എന്നോട് ഡിസഗ്രി ചെയ്യാനല്ല, റെസ്പെക്ട്ഫുള്ളി എന്നോട് ഡിസഗ്രി ചെയ്യുക. ഞാൻ പറയുന്നത് ശരിയല്ലെങ്കിൽ. രണ്ടാമത് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, സ്റ്റീഫൻ ആർ കവേ പണ്ട് സെവൻ ഹാബിറ്റ്സ് ഓഫ് എഫക്റ്റീവ് പീപ്പിൾ എഴുതി ഓതർ പറഞ്ഞ ഒരു കോൺവെർസേഷൻ ഞാൻ ഓർക്കുന്നുണ്ട്. ആള് പറഞ്ഞ തേർഡ് ഓൾട്ടർനേറ്റീവ് ഇസ് ബെറ്റർ ദാൻ ദ ഫസ്റ്റ് ആൻഡ് ദ സെക്കൻഡ്. പാരഫ്രൈസ് ചെയ്യുവാണ്. പുള്ളി പറഞ്ഞത് സിമിലർ ആയിട്ടൊരു കാര്യമാണ്. അതായത് എൻ്റെ ചിന്തയുണ്ട്, യൂസുഫ് അലിയുടെ ചിന്തയുണ്ട്. എൻ്റെ ചിന്തയുണ്ട്, യൂസുഫ് അലി നിങ്ങളുടെ സ്റ്റാഫാണ്. ഓക്കെ, നിങ്ങളുടെ രണ്ടുപേരുടെ ചിന്തകളെക്കാളും ബെറ്റർ ആണ് നിങ്ങളെ രണ്ടുപേരുടെ ചിന്തകളുടെ കോമ്പിനേഷൻ. ഫസ്റ്റ് ഓൾട്ടർനേറ്റീവ് എൻ്റെ തിങ്കിങ്, ഞാൻ സിഇഒ ആണ്, ഭയങ്കര മണ്ട ഹെഡാണ്. മറ്റേ ആള് യൂസുഫ് അലി എന്നെ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, ആളുടെ ഇതിന് വല്ല വാല്യൂ ഉണ്ടോ? ഇല്ല. അങ്ങനെയാണ് നമ്മൾ തിങ്ക് ചെയ്യുന്നത്. പക്ഷെ ആളുടെ ബെസ്റ്റ് ഐഡിയയും നമ്മുടെ ബെസ്റ്റ് ഐഡിയയും കൂടെ ചേർത്തിട്ട് ഒരു തേർഡ് ഐഡിയ ഉണ്ടാക്കുവാണെങ്കിൽ തേർഡ് ഓൾട്ടർനേറ്റീവ് ഇസ് ഓൾവേസ് ബെറ്റർ ദാൻ ഫസ്റ്റ് ആൻഡ് ദ സെക്കൻഡ്. അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം നമ്മുടെ ഐഡിയ മറ്റവരുടെ ഐഡിയ രണ്ടുകൂടെ കമ്പൈൻ ചെയ്ത് നമ്മൾ അതിനാണ് സിനർജി എന്ന് പറയുന്നത്. സിനർജി ഞാൻ ഒന്നും കൂടുമ്പോൾ ഇമ്മിണി വലിയ ഒന്നാകുന്നതിന് പകരം രണ്ടിലും കൂടുതലാകുന്നതാണ് സിനർജി എന്ന് പറഞ്ഞ വാക്ക് അവിടെയാണ് വരുന്നത്. തേർഡ് ഓൾട്ടർനേറ്റീവ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഡൈനാമിക് ടെൻഷന് വേറൊരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ, വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, അതിൻ്റെ ഒരു വേറൊരു വേർഷനാണ്. ടീച്ച് ദം ടു മേക്ക് മിസ്റ്റേക്ക് ആൻഡ് അപ്പോളജൈസ്. അവരോട് ചെറിയ കാര്യത്തിന് വേണ്ടി ആൾക്കാർ നിങ്ങളുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ സാറേ, അതെന്നാ ചെയ്യണ്ടേ? തുണി മടക്കിയിടുന്ന ഇങ്ങോട്ട് മടക്കിയിടണോ അങ്ങോട്ട് മടക്കിയിടണോ? അയൽ തുണി ഇടണോ അതേ പെരപ്പുറത്ത് ഇടണോ? അതേ തലയിലിടണോ? ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ആൾക്കാർ വരും. ഇതിന് കാരണം വെച്ചാൽ നിങ്ങൾ ഒരു ലീഡർ ആണെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് ആൾക്കാരൊന്ന് ചോദിക്കുന്നത്. കാരണം നിങ്ങൾ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് ബിഹേവ് ചെയ്യാൻ പോകുന്നതെന്ന് അവർക്ക് അറിയില്ല. അപ്പൊ നിങ്ങൾ പറയുന്നത് നിങ്ങളോട് അയലിടണോ അതേ പെരപ്പുറത്ത് ഇടണോ അതേ തലയിലിടണോ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? രുക്മിണിക്കുട്ടിക്ക് എന്ത് തോന്നുന്നു? എവിടെ ഇടണം? തലയിലിടണോ അതെയോ പെരപ്പുറത്ത് ഇടണോ അതോ എവിടെ ഇടണം? എന്ത് തോന്നുന്നു? ഓക്കെ, ഗുഡ്, നല്ല ഡിസിഷനാണ്. നെക്സ്റ്റ് ടൈം ഈ ഡിസിഷൻ തന്നെ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാനും നിങ്ങൾക്ക് പറ്റണം. എങ്കിൽ മാത്രമേ നിങ്ങൾ നിങ്ങളെ ലീഡേഴ്സിനെ ബിൽഡ് ചെയ്യുന്നുള്ളൂ. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറയുന്നതുകൊണ്ട് ഇതിൻ്റെ ഐഡിയയുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾ നഷ്ടപ്പെട്ടു പോകരുതേ. പിന്നെ അപ്പോൾ അങ്ങനെ മിസ്റ്റേക്ക് വരുത്തി അവർ കുറേ മിസ്റ്റേക്ക് വരുത്തിയാൽ എന്ത് ചെയ്യും? കാരണം നമ്മുടെ കമ്പനി മുഴുവൻ മിസ്റ്റേക്ക് ആക്കിയല്ലേ. അവർ ഓൾറെഡി വരുത്തുന്നുണ്ട്, നിങ്ങൾ അറിയുന്നില്ല ഒന്ന് മിസ്റ്റേക്ക് വരുത്തുന്നുള്ള കാര്യം. നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഫ്രീഡം അവർക്ക് ഇല്ലാത്തതുകൊണ്ട്. രണ്ടാമത്തെ കാര്യം, എല്ലാ ആൾക്കാരും മിസ്റ്റേക്കിലൂടെയാണ് പല കാര്യങ്ങളും പഠിക്കുന്നത്. നിങ്ങൾക്ക് മിസ്റ്റേക്കിന് വേണേൽ ക്യാപ്പ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ $100 താഴെ, 10,000 രൂപ താഴെയുള്ള മിസ്റ്റേക്കുകളാണെങ്കിൽ ഉള്ള കാര്യമാണ്, ഞാൻ ഡിസിഷൻ എടുത്തു, എനിക്കറിയണ്ട, മിസ്റ്റേക്ക് പറ്റിയാലും അതുവരെയുള്ള നഷ്ടം ഞാൻ സഹിച്ചോളാം എന്ന് പറയാം. അപ്പോൾ അവർ 10,000 രൂപയുടെ മിസ്റ്റേക്കുകൾ വരുത്തുന്നില്ലെന്ന് കാണുവാണെങ്കിൽ അവർക്ക് അത് 25,000 രൂപയുടെ മിസ്റ്റേക്ക് വരുത്താനുള്ള അവകാശം അവർക്ക് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് 50,000 അങ്ങനെ കൂട്ടി കൊണ്ടുവരാം, ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഒരേ മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്തില്ലെന്ന് ഉറപ്പ് വരുത്തുക. ഇതൊരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള വൈറ്റൽ ആയിട്ടൊരു ഇൻഫർമേഷൻ ആണ്. അതായത് നിങ്ങളുടെ അടുത്ത് വരുന്ന ടീം മെമ്പർ ഒരു മിസ്റ്റേക്ക് വരുത്തി, ആ മിസ്റ്റേക്ക് തന്നെ ഇനി വരുത്തേക്കരുത്. അപ്പം നമ്മുടെ വിധം മാറി, നമ്മുടെ ടോൺ മാറി. ഞാൻ പിൽക്കാലത്ത് ടീം മാനേജ്മെന്റിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാം. ഇത് മാനേജ്മെന്റിനെ കുറിച്ചല്ല, ടീമിനെ ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ബിൽഡ് ചെയ്തല്ലേ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, റിപ്പീറ്റഡ് മിസ്റ്റേക്ക് വരുമ്പോൾ നമ്മുടെ ടോൺ മാറണം. അതുവരെ നിങ്ങൾ ഫ്രണ്ട്ലി ആണ്. മറ്റേതെന്ന് വെച്ചാൽ ഓക്കെ മിസ്റ്റേക്ക് ദാറ്റ്സ് ഫൈൻ. പക്ഷെ ഒരേ മിസ്റ്റേക്ക് തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നില്ല, മിസ്റ്റേക്കിന് എഡ്യൂക്കേഷൻ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ഡൈനാമിക് ടെൻഷൻ, രണ്ടാമത്തെ പില്ലർ. മൂന്നാമത്തെ പില്ലറിലേക്ക് കയറുവാണ്. നമ്മൾ ഓൾമോസ്റ്റ് 50% കഴിഞ്ഞു. നമ്മളുടെ 5 പില്ലേഴ്സിൽ മൂന്നാമത്തെ പില്ലർ എന്ന് പറഞ്ഞാൽ കമ്മിറ്റ്മെൻ്റ് ആണ്. നിങ്ങളൊരു വേൾഡ് ക്ലാസ് ടീം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീമിന് കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകും. എങ്ങനെയാണ് കമ്മിറ്റ്മെൻറ്റ് ഡിസ്പ്ലേഡ് ആകുന്നത്? സ്റ്റാർട്ടിങ് വിത്ത് കൾച്ചറാണ്. അതായത് എല്ലാവരും ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇന്ന് ലോകത്തിൽ മലയാളികളുടെ കമ്പനികൾ എടുത്തു കഴിഞ്ഞാൽ, ഒരുപാട് കമ്പനി എടുത്തു കഴിഞ്ഞാൽ 90+% കമ്പനി, ഇത് കേൾക്കുന്ന സമയത്ത് വ്യത്യാസം ഉണ്ടാകാം, 90+% ഓഫ് കമ്പനികളിലും സമയത്ത് ചെയ്തു കൊടുക്കുന്ന ഒരു പരിപാടിയില്ല.
ഓക്കെ, എഹെഡായിട്ട് ചെയ്തു കൊടുക്കുന്നത്. അതായത് നിങ്ങൾ വെള്ളിയാഴ്ച 5 മണിക്ക് ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ചെയ്തു കൊടുക്കുന്ന ഒരു പരിപാടി നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ, ഇന്ത്യൻ ബ്ലഡിൽ വളരെ കുറവാണ്. ഇതിനാണ് ഓവർ പ്രോമിസ് ആൻഡ് അണ്ടർ ഡെലിവർ എന്ന് പറഞ്ഞേക്കുന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് കമ്മിറ്റ്മെന്റ്. കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അണ്ടർ പ്രോമിസ് ആൻഡ് ഓവർ ഡെലിവർ ആണ്. അതായത് നിങ്ങൾ പറയുവാണ് വെള്ളിയാഴ്ച 5 മണിക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ വെള്ളിയാഴ്ച ഉച്ചയാകുമ്പോൾ തീർത്ത് കൊടുത്തിരിക്കും. ഇങ്ങനൊരു കൾച്ചർ നിങ്ങൾ ഉണ്ടാക്കണം. ഇങ്ങനൊരു കൾച്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങളാണ് ഇങ്ങനെ ഒരു കൾച്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നിങ്ങൾ കാണിച്ചു കൊടുക്കണം. നിങ്ങൾ രാവിലെ 9-ന് ഓഫീസ് വരേണ്ടതിന് പകരം 11:45 ഓഫീസ് വരുവാണ്. ഓഫീസ് വരുന്ന ദിവസങ്ങളിൽ നാച്ചുറലി നിങ്ങൾ നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് ആണ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ അണ്ടർ പ്രോമിസ് ആൻഡ് ഓവർ ഡെലിവർ. ഇത് ചെയ്യുമ്പം കൾച്ചറിൽ ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞേക്കുന്ന ഒരു ഫ്രൂട്ട് ഉണ്ടായി തുടങ്ങും. അതായത് അങ്ങനെ ഒരു ഫലം ഉണ്ടായി തുടങ്ങും. ആൾക്കാർ ഇനീഷ്യേറ്റീവ് എടുത്തു തുടങ്ങും. കാരണം എല്ലാവരും കോമ്പീറ്റ് ചെയ്ത് തുടങ്ങും. എന്തിന്? കൾച്ചറിൽ എങ്ങനെ കോമ്പീറ്റ് ചെയ്ത് തുടങ്ങും? അണ്ടർ പ്രോമിസ് ചെയ്ത് ഓവർ ഡെലിവർ ചെയ്യാൻ. അപ്പോൾ അവർ പറയുകയാണ്, ഞാൻ 5 മണിക്ക് തീർക്കുന്ന ഞാൻ 3 മണിക്ക് തീർത്തു കേട്ടോ. നമ്മൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യുവാണ്. ഇതാണ് 3-ാമത്തെ കാര്യം. 4-ാമത്തെ കാര്യം റാഡിക്കലി റെസ്പോൺസിബിൾ ആണ്. റാഡിക്കലി റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ ഡാഡ് പറഞ്ഞ എക്സാമ്പിളാണ്. ഇമാജിൻ ചെയ്യുക, നിങ്ങളുടെ ടീമിൽ നിങ്ങളുടെ ടീം മെമ്പേഴ്സ് ഫൈറ്റ് ചെയ്യുവാണ് ഫോർ ടേക്കിംഗ് ഓണർഷിപ്പ് ഓഫ് റെസ്പോൺസിബിലിറ്റി. അതായത് ഒരു കാര്യം ഇന്ന് നിങ്ങളുടെ കമ്പനിയിൽ ഒരു പക്ഷേ, എൻ്റെ കമ്പനിയിൽ ഒരു പക്ഷേ ക്രെഡിറ്റിന് വേണ്ടിയായിരിക്കും ഫൈറ്റ്. ഞാനാ കേട്ടോ അത് ചെയ്ത കേട്ടോ, ഞാൻ എൻ്റെ ഐഡിയ ആയിരുന്നു കേട്ടോ, ഞാൻ പറഞ്ഞ ഐഡിയ ആണ് കേട്ടോ, അത് വർക്കായില്ലേ, ഇതായിരിക്കും ചിലപ്പോൾ ഇപ്പൊ ഹാപ്പൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പകരം റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യണം. അതായത് റെക്കഗ്നീഷൻ കൊടുക്കാനായിട്ട് ഫൈറ്റ്. നിങ്ങളായിരുന്നു കേട്ടോ, നിങ്ങളത് നന്നായിട്ട് ചെയ്തു കേട്ടോ. അത് ഫേക്ക് ആയിട്ടല്ല, ഒറിജിനലി അവരങ്ങനെ ചെയ്യുവാണ്. ആ സമയം മിസ്റ്റേക്ക് വന്നാൽ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുവാണ്. അതാണ് റാഡിക്കലി റെസ്പോൺസിബിൾ. ഞാനാണ് റെസ്പോൺസിബിൾ. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഈ റാഡിക്കൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ വിൽ ബയസ് ടുവേർഡ്സ് ആക്ഷൻ. ബയസ് ടുവേർഡ്സ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കഥകൾ അടിക്കാനായിട്ടും സ്റ്റോറി പറയാനായിട്ടും ഐഡിയാസ് പറയാനായിട്ടും അല്ല ആഗ്രഹം. അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരെ ആക്ഷനിലേക്കാണ് പോകുന്നത്. അതായത് എപ്പോഴും അവർ ആക്ഷൻ എടുത്ത് നിങ്ങളെ കാണിച്ചു തരുവാണ്. ഇതാണ് 4-ാമത്തെ പില്ലർ, വിച്ച് ലീഡ്സ് മീ ടു മൈ ഫൈനൽ പില്ലർ. ഈ 5-ാമത്തെ പില്ലർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് റിഫ്ലക്ട് ചെയ്തിട്ട് നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടീം മെമ്പേഴ്സ് ആരുണ്ട്, ആരെ പറഞ്ഞു വിടണം, ആരെ കീപ്പ് ചെയ്യണോ, ആരെ പ്രൊമോട്ട് ചെയ്യണോ, ആർക്ക് എന്ത് ട്രെയിനിങ് കൊടുക്കണം, ആ ഒരു ഡിസ്റ്റിങ്ഷനിലേക്ക് നമ്മൾ ഇറങ്ങി നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. അപ്പം 5-ാമത്തെ കാര്യം റിസൾട്ട് ഡ്രിവൺ, നോട്ട് ആക്ടിവിറ്റി ഡ്രിവൺ. ലോകത്തിൽ മനുഷ്യർ ഒരുപാട് പേരും എന്തെങ്കിലുമൊക്കെ ചെയ്യാം. രാവിലെ ഓഫീസിലെത്തി, എന്താ ചെയ്യണ്ടേ? കാപ്പി കുടിക്കണം, ചായ കുടിക്കണം, 4 പേരോട് വർത്താനം പറയണം, അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, അവിടെ സ്റ്റാഫിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു. എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടാണ് വരുന്നത്. എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതല്ലായിരിക്കണം നമ്മുടെ കൾച്ചർ. നമ്മുടെ കൾച്ചർ എന്ന് വെച്ചാൽ കളക്റ്റീവ് ഗോള് അച്ചീവ് ചെയ്യണം. കളക്റ്റീവ് ഗോൾ എന്ന് പറഞ്ഞാൽ കമ്പനി ഗ്രോ ചെയ്യണം, കമ്പനിയിൽ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാവണം, കൂടുതൽ ക്യാഷ് ഫ്ലോ ഉണ്ടാവണം. അതല്ലേ വേണ്ടേ? ആ ഗോളിലേക്ക് അച്ചീവ് ചെയ്യാൻ എല്ലാവരെയും ട്രെയിൻ ചെയ്യാൻ. ഞാൻ എഞ്ചിനീയറിംഗിലൊക്കെ പണ്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ആലോചിക്കുമായിരുന്നു, എഞ്ചിനീയറിംഗുകാര് ശരിക്കും ബിസിനസ്സിന് വളർച്ചയ്ക്ക് വേണ്ടി എന്താ ചെയ്യുന്നത്? എഞ്ചിനീയറിംഗുകാര് ഇൻവെൻഷൻസ് ഉണ്ടാക്കുവാണ്. എന്താണ് ഉണ്ടാക്കുന്നത്? എന്ത് ഇൻവെൻഷനാണ് ഉണ്ടാക്കുന്നത്? കസ്റ്റമറിന് കൂടുതൽ വാല്യൂ കൊടുക്കാനായിട്ടുള്ള ഇൻവെൻഷൻസ് ആണ്. അതാണ് എഞ്ചിനീയറിംഗ് ചെയ്യുന്നത്. റിസർച്ച് ടീം അതാണ് ചെയ്യുന്നത്, ഇന്നോവേഷൻ ടീം അതാണ് ചെയ്യുന്നത്. മാർക്കറ്റിംഗ് ടീം എന്താണ്? ആ വാല്യൂ കാണിച്ചു കൊടുക്കാനായിട്ട് പഠിപ്പിക്കുവാണ്. സെയിൽസ് ടീം എന്താണ്? ആ വാല്യൂ കാണിച്ചു കൊടുത്ത ആൾക്കാരെ കൊണ്ട് ബൈ ചെയ്യിപ്പിക്കുവാണ്. കളക്ഷൻ ടീം അല്ല, അക്കൗണ്ടിങ് ടീം എന്താണ് ചെയ്യുന്നത്? ആ വാല്യൂയിലൂടെ ഉണ്ടായ നമുക്ക് കിട്ടിയേക്കുന്ന വിത്തുകൾ അല്ലെ സ്വർണ്ണ നാണയങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തുവാണ് അക്കൗണ്ടിങ് ടീം ചെയ്യുന്നത്. അപ്പോൾ ഓരോ ടീമും, കംപ്ലയൻസ് ടീം എന്നാ ചെയ്യുന്നത്? നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വാല്യൂ കൊടുത്തുകൊണ്ടിരിക്കാനായിട്ടുള്ള സ്റ്റെബിലിറ്റി ഉണ്ടാക്കിയെടുക്കുവാണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ടീം മെമ്പേഴ്സും കളക്റ്റീവ് ഗോളിലാണ് വർക്ക് ചെയ്യുന്നത്. മറ്റു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടീം ഡയറക്ട്ലിയോ ഇൻഡയറക്ട്ലിയോ വാല്യൂ ക്രിയേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് പലപ്പോഴും അവർ അറിയുന്നുണ്ടാകില്ല. കാരണം അവരെന്തിലാണ് വർക്ക് ചെയ്യുന്നത്, അവരെ ചെയ്യുന്നതുകൊണ്ട് എന്ത് പ്രയോജനം? ഞാൻ ഈ പടം വരയ്ക്കുന്നുണ്ടോ, ഞാൻ ഈ ഇത് വരയ്ക്കുന്നുണ്ടോ, ഞാൻ ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നുണ്ടോ, എന്ത് ഗുണം എന്ന് പലപ്പോഴും എൻഡ് റിസൾട്ട് നമ്മുടെ ടീം മെമ്പേഴ്സ് അറിയുന്നുണ്ടാകില്ല. അതുകൊണ്ട് അവർക്കത് വലിയ മീനിങ് ഫുൾ ആകണമെന്നില്ല. അവർ ചെയ്യുന്ന കാര്യങ്ങൾ മീനിങ് ഫുൾ ആകണമെന്നില്ല. അത് മീനിങ് ഫുൾ ആകണമെങ്കിൽ എൻഡ് യൂസറിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്തു എന്ന കാര്യം നിങ്ങളോട് ചെയ്യാം. അപ്പം നിങ്ങൾ അടുത്ത ഫേസിലേക്ക് നമ്മൾ പോവാണ്. ഡിഫറെൻറ്റ് ടീം മെമ്പേഴ്സ് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതിനു മുമ്പ് എപ്പോഴാണ് നിങ്ങൾ ടീമിൻ്റെ ഫെയിലിയറിന് റെസ്പോൺസിബിലിറ്റി എടുത്തിട്ടുള്ളത് ലീഡർ എന്ന രീതിയിൽ?
ടീമിൻ്റെ ആസ് എ ടീം നിങ്ങളോട് കൂടി നമ്മളെല്ലാവരോടും കൂടി ചെയ്ത കാര്യത്തിന് നിങ്ങൾ ഇപ്പോൾ ഈ റെസ്പോൺസിബിലിറ്റി ഒഴിവാക്കാനാണോ നോക്കിയത്, അതോ റെസ്പോൺസിബിലിറ്റി എടുക്കുകയാണ് ചെയ്തത്? അത് മാത്രമല്ല, ഒരു വുമൻ എന്ന രീതിയിലാണെങ്കിൽ ജനറലി മെന്നിന് ഞാൻ ഇത് കണ്ടിട്ടില്ല ജനറലി, പക്ഷെ ആണെങ്കിൽ ചില മെന്നിനും ഉണ്ടാകാം മറ്റ് കംപ്ലീറ്റ്ലി വേറെ ആൾക്കാർ ചെയ്ത കാര്യത്തിന് നിങ്ങളുടെ വീക്ക്നെസ്സിൽ നിന്ന് നിങ്ങൾ എവിടെയാണ് റെസ്പോൺസിബിലിറ്റി എടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല, വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ വരുത്തിയ ഒരു മിസ്റ്റേക്കിന് വേണ്ടി, നിങ്ങൾക്കൊരു മിസ്റ്റേക്ക് പറ്റി, ആ മിസ്റ്റേക്കിന് വേണ്ടി നിങ്ങളൊരു ടീം മെമ്പറെ ബ്ലെയിം ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ട് പാപമോചനം മേടിക്കുക. നിങ്ങൾ ചെയ്ത മിസ്റ്റേക്കിന് വേറെ ആളെ റെസ്പോൺസിബിൾ ആക്കരുത്, വേറെ ആളേക്ക് തള്ളിയിട്ട് പോകരുത്. അത് ലോ സെൽഫ് ഇമേജ് ആക്ടിവിറ്റിയാണ്. നിങ്ങൾ ഹൈ സെൽഫ് ഇമേജിൽ നിന്ന് വേണം വർക്ക് ചെയ്യാനായിട്ട്. ദാറ്റ് ട്രാൻസിഷൻ ഇൻ ടു നമ്മുടെ അടുത്ത കോൺവെർസേഷനാണ്, നമ്മളുടെ ടീം മെമ്പേഴ്സിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ഇത് നിങ്ങൾ അറിഞ്ഞാലേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു വേൾഡ് ക്ലാസ് ടീം ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ കൾച്ചർ സെറ്റ് ചെയ്തു, നിങ്ങളെ ഐയിലാണോ വീലാണെന്ന് കണ്ടുപിടിച്ചു, 5 പില്ലേഴ്സ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തു. ഇനി നിങ്ങളുടെ ഏത് ടൈപ്പ് ഓഫ് ആൾക്കാരെ നിങ്ങൾക്ക് വേണം, സോ ദാറ്റ് നിങ്ങൾക്ക് ടീം ബിൽഡ് ചെയ്യാനായിട്ട് ഏത് ടൈപ്പ് ഓഫ് ആൾക്കാർ വേണം, അതാണ് നോക്കുന്നത്. ഇപ്പം 4 തരത്തിലാണ് ട്രഡീഷണലി 2 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്, എ പ്ലെയേഴ്സും നോൺ എ പ്ലെയേഴ്സും. അത് കുറച്ചുകൂടെ എക്സ്പാൻഡഡ് ആയിട്ട് വേർഷനിൽ ABCD പ്ലെയേഴ്സ് ഉണ്ട്. നമ്മളുടെ ഈ വേർഷനകത്ത് 5 ലെയർ ഓഫ് ആൾക്കാരുണ്ട്. 5 ലെയർ ഓഫ് ആൾക്കാരുണ്ട്, ഡിഫറെൻറ്റ് പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ട്. ഇപ്പം നിങ്ങളുടെ കമ്പനിയുടെ കൾച്ചർ എന്ന് പറഞ്ഞത് നിങ്ങളുമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളൊരു CEO എന്ന രീതിയിൽ ലിസൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ കമ്പനിയുടെ കൾച്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളിലാണ്. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു എക്സ്പ്രഷനാണ്, നിങ്ങളുടെ ഒരു ക്രിയേറ്റീവ് എക്സ്പ്രഷനാണ്. പിക്കാസോ പെയിന്റ് ചെയ്യുവാണ്, പിക്കാസോയുടെ ഒരു പെയിന്റിംഗ് ആണ് ഈ പറഞ്ഞ രീതിയിൽ പിക്കാസോയുടെ ഒരു ഇന്നർ എക്സ്പ്രഷനാണ്, അല്ലെ? വാൻഗോഡ് ഒരു പെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ വാൻഗോഡ് ഒരു ഇന്നർ എക്സ്പ്രഷനാണ്. AR റഹ്മാൻ ഒരു മ്യൂസിക് എന്ന് പറഞ്ഞാൽ AR റഹ്മാൻ ഒരു മ്യൂസിക്കൽ എക്സ്പ്രഷനാണ്, ഒരു ക്രിയേറ്റീവ് എക്സ്പ്രഷനാണ്. അതുപോലെ നിങ്ങളാകുന്ന സ്പീഷീസിന്റെ, മനുഷ്യജീവിയുടെ മനസ്സിന്റെ, ബോഡിയുടെ, സോളിന്റെ ഒരു എക്സ്പ്രഷനാണ് നിങ്ങളുടെ ബിസിനസ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടായില്ല, പക്ഷെ റിയാലിറ്റിയിൽ അതാണ്. തോന്നുന്നുണ്ടെങ്കിൽ ബ്യൂട്ടിഫുൾ. ഓക്കെ, അപ്പൊ ആ എക്സ്പ്രഷൻ നിങ്ങൾ എന്തിനെ വാല്യൂ ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ആ എക്സ്പ്രഷൻ ഇരിക്കുന്നത്. വാൻഗോ പെയിന്റിങ് ചെയ്യുമ്പോൾ വാൻഗോ കളറിനെ ഭയങ്കര ഡീപ്പർ ലെവൽ വാല്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞങ്ങളോട് നോക്കിയത് വാൻഗോയുടെ ഒരു ഒരു റെപ്ലിക്ക ആയിട്ടൊരു പെയിന്റിങ് ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പൊ വാൻഗോ ഡീപ്പ് ലെവൽ കളറിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് വാൻഗോയുടെ പെയിന്റിൽ ഇതാണ്. പിക്കാസോയുടെ പെയിന്റിങ്ങിൽ വേറെ ചില പാറ്റേൺസ് ആണ്. പിക്കാസോ എന്ന് പറഞ്ഞാൽ വളരെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ചില ഇതുകളായിരുന്നു, എക്സ്പ്രഷൻസ് ആണ് വന്നുകൊണ്ടിരുന്നത്. ഇതുപോലെ തന്നെ AR റഹ്മാന്റെ മ്യൂസിക്കിന് ഒരു രീതിയുണ്ട്, അല്ലെ? അതേസമയം ഗിരീഷ് പുത്തഞ്ചേരിയുടെ മ്യൂസിക്കിന് വേറൊരു രീതിയാണുള്ളത്. അപ്പം നിങ്ങളാകുന്ന സ്പീഷീസിന്റെ ഹ്യൂമൻ എക്സ്പ്രഷന്റെ നിങ്ങൾ എന്തിനെ വാല്യൂ ചെയ്യുന്നു, ആ വാല്യൂസ് ആണ് എന്തായി മാറുന്നത്, നിങ്ങളുടെ കമ്പനിയുടെ വാല്യൂസ് ആയി മാറുന്നത്. ആ വാല്യൂ ആണ് കൾച്ചറായി മാറുന്നത്. ആ കൾച്ചറാണ് ഈ ടീം മെമ്പേഴ്സ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ കമ്പനിയുടെ കൾച്ചർ ഹൊറിബിൾ ആണെങ്കിൽ ആരായിരിക്കണം ബ്ലെയിം ചെയ്യേണ്ടത്? ലോകത്തുള്ള ലക്ഷ്മി ചേർത്തിനാണ് ബ്ലെയിം ചെയ്യേണ്ടത്. കാരണം പുള്ളിക്കാരിയാണ് നമ്മുടെ കൾച്ചർ ബിൽഡ് ചെയ്ത്. നിങ്ങളാണ് റെസ്പോൺസിബിൾ. നിങ്ങളുടെ കമ്പനിയിൽ ഈ പറഞ്ഞ ടോക്സിക് കൾച്ചർ ഉണ്ടെങ്കിൽ നിങ്ങളാണ് റെസ്പോൺസിബിൾ. നിങ്ങളുടെ കമ്പനി പാരവെപ്പുണ്ടെങ്കിൽ നിങ്ങളാണ് റെസ്പോൺസിബിൾ. നിങ്ങളുടെ കമ്പനിയിൽ ഈ പുറകിലൂടെ ആൾക്കാർ കുത്തുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് റെസ്പോൺസിബിൾ, ഞാനാണ് റെസ്പോൺസിബിൾ. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾ അതിന് റാഡിക്കൽ റെസ്പോൺസിബിൾ, നിങ്ങളുടെ കൾച്ചറിന് നിങ്ങൾ റാഡിക്കൽ റെസ്പോൺസിബിൾ എടുക്കുക. ഇനി ഈ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളൊരു ബെറ്റർ പേഴ്സണായി മാറുക, ഞാനൊരു ബെറ്റർ പേഴ്സണായി മാറുക. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ബിഹൈൻഡ് ദ ബാക്ക് നിങ്ങൾ ഒരു ദിവസം എല്ലാവരും വിളിച്ചു പറയുക, അതെ എൻ്റെ മിസ്റ്റേക്ക് ഞാൻ അക്നോളജ് ചെയ്യുവാണ്, ഞാൻ ഒരു ലീഡർ എന്ന രീതിയിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഓതന്റിക് ട്രസ്റ്റ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. അതെ, ഞാൻ സ്ക്രൂ അപ്പ് ചെയ്തു, ഞാൻ പല ആൾക്കാരെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു, ഞാൻ നിങ്ങളെ ബിഹൈൻഡ് ദ ബാക്കിലൊക്കെ സംസാരിച്ചു, ഐ വോണ്ട് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ദിസ്. ഞാൻ ഇനി മുതൽ ഒരു കാരണവശാലും നിങ്ങളെക്കുറിച്ച് വേറൊരു ലെവലിൽ ഞാൻ സംസാരിക്കും, നിങ്ങളുടെ റെസ്പെക്ട്ഫുൾ ആയിട്ട് ഞാൻ ട്രീറ്റ് ചെയ്യുള്ളൂ. ഞാൻ നിങ്ങളോട് ഇങ്ങനെ പെരുമാറിയിട്ടുണ്ട്, ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ട്, ഞാൻ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നു, ഞാൻ അപ്പോളജൈസ് ചെയ്യുന്നു. ഇനി നിങ്ങളും ഈ കാര്യം ചെയ്യണം. അപ്പം നമ്മളൊരു റിലേഷൻഷിപ്പ് ലീഡർ എന്ന രീതിയിൽ, ഒരു ബിസിനസ് ലീഡർ എന്ന രീതിയിൽ നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് എക്സാക്ട്ലി എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതാണ് കൾച്ചർ. കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് വേണ്ട റിസൾട്ടാണ്, നിങ്ങൾക്ക് വേണ്ട പെർഫോമൻസ് ആണ്. നിങ്ങൾക്ക് അറിയാമല്ലേ നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾ എയർ കണ്ടീഷനിങ് കമ്പനിയാണോ നടത്തുന്നുണ്ട്, എത്ര എയർ കണ്ടീഷനിങ് ഫിക്സ് ചെയ്യാൻ പറ്റും, എത്ര എയർ കണ്ടീഷനിങ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, അത് നിങ്ങൾക്ക് ഒരു മെഷർമെന്റ് ഉണ്ട്. അതാണ് പെർഫോമൻസ്. അപ്പോൾ കൾച്ചർ, പെർഫോമൻസ്, 2 കാര്യങ്ങളും ക്ലിയർ അല്ലേ? അപ്പോൾ ഈ കൾച്ചറും ഹൈ പെർഫോമൻസും ഉള്ള ആൾക്കാരെയാണ് നമ്മൾ A പ്ലെയേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ A പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി
അവർക്ക് കൾച്ചർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പറയുന്നത്. കൾച്ചർ ഇല്ലാത്ത ഫെലോ, കൾച്ചർലെസ് ഫെലോ എന്നല്ല. നിങ്ങളുടെ കൾച്ചറുമായിട്ട് നിങ്ങളുടെ ഇന്റേണൽ സിസ്റ്റത്തിൽ നിന്ന് നിങ്ങൾ വരച്ചേക്കുന്ന പെയിന്റിങ് ആകുന്ന ഈ ബിസിനസ്, ആ ബിസിനസിന്റെ കൾച്ചറുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരാളാണ് ഇയാള് എന്ന് പറയുന്നതാണ് ബേസിക്കലി കൾച്ചർ മാച്ച്, പെർഫോമൻസ്. ഇത് രണ്ടും മാച്ചുമാണ് എ പ്ലേയേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് വളരെ സിമ്പിളാണ്. നിങ്ങളെ സംബന്ധിച്ചോളം ബി പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ ഹൈ കൾച്ചറാണ്. നിങ്ങളുടെ ഇന്റേണൽ സിസ്റ്റമായിട്ട് അവർ മാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ വാല്യൂ സിസ്റ്റമായിട്ട് അവർ മാച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ പെർഫോമൻസ് പോരാ, പെർഫോമൻസ് താഴെയാണ്. അതാണ് ബി പ്ലേയേഴ്സ്. അപ്പം ഈ ആൾക്കാരെ ബി പ്ലേയേഴ്സ് ബേസിക്കലി പെർഫോമൻസ് താഴെയാണ്. അവർക്ക് ബേസിക്കലി സ്കിൽ ഡെവലപ്മെന്റ് ആണ് വേണ്ടത്. അവരുടെ സ്കില്ലിനെ നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുവാണ്. കാരണം അവർ കൾച്ചറലി ഫിറ്റാണ്. നമ്മുടെ പാർട്ടീസിൽ അവർ ആക്റ്റീവാണ്, നമ്മുടെ പിക്നിക്കിൽ അവരുണ്ട്, ഫ്രണ്ട്ലി ആണ്, എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുന്നു, എല്ലാ ആൾക്കാരുടെയും എല്ലാത്തിനെയും അക്സെപ്റ്റ് നല്ല രീതിയിൽ നമ്മളുമായിട്ട് നല്ല ടേംസിലാണ് അവർ പോകുന്നത്. പെർഫോമൻസ് ഇച്ചിരി കുറവുണ്ട്. അവരോട് നമ്മൾ ലോയലാകുക, അവർക്ക് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അവർ പെർഫോമൻസ് എത്തിക്കോളും. ഇനി ഒരുപക്ഷെ ട്രെയിനിങ് ആയിരിക്കണമെന്നില്ല ചിലപ്പോൾ കൊടുക്കണ്ടേ. ചിലപ്പോൾ നമ്മൾ കൊടുക്കണ്ടേ അവരെ റൈറ്റ് പൊസിഷനിലാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അവരെ റൈറ്റ് പൊസിഷനിലേക്ക് മാറ്റുക എന്നുള്ളതാണ് വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ അവർ റൈറ്റ് പൊസിഷനിലാണ്, അവർ അവിടെ ശോഭിച്ചോളും. ക്ലിയർ ആണ്. അപ്പം പുറത്തിടേണ്ട ലൈറ്റ് എടുത്ത് നമുക്ക് അകത്തിടത്തില്ല. നേരെ പുറത്ത് കിടക്കേണ്ട ലൈറ്റ് പുറത്ത് കിടക്കേണ്ട ലൈറ്റാണ്. സെയിൽസിലിട്ടുള്ള ആളെ ചിലപ്പോൾ മാർക്കറ്റിൽ ഫിറ്റ് ആണെന്നില്ല, മാർക്കറ്റിലുള്ള ആൾ സെയിൽസ് ഫിറ്റ് ആണെന്നില്ല, എഞ്ചിനീയറിംഗ് മൈൻഡുള്ള ഒരാൾ രണ്ടിൽ ഫിറ്റ് ആണെന്നില്ല. അപ്പോൾ ഓരോരുത്തരുടെ സ്ട്രെങ്ത് മനസ്സിലാക്കി ചിലപ്പോൾ അവരുടെ പൊസിഷൻ അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുമോ നമുക്ക് ചെയ്യാം. ഇതാണ് ബി പ്ലേയേഴ്സ്. അപ്പോൾ എ പ്ലേയേഴ്സ് കൾച്ചർ ഫിറ്റാണ്, പെർഫോമൻസ് ഫിറ്റാണ്. അവരെ നമ്മൾ റിവാർഡ് ചെയ്യുവാണ് വേണ്ടത്. കാരണം അവരെ റെക്കഗ്നൈസ് ചെയ്യണം. അവരെ സംബന്ധിച്ചുള്ള അവർ നമുക്ക് മാസീവ് ആയിട്ടുള്ള റിസൾട്ടുമായിട്ട് വരുന്ന ആൾക്കാർ. അവരെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത് അവരെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത് അവർക്ക് ചിലപ്പോൾ ഫൈനാൻഷ്യലായിട്ട് റെക്കഗ്നേഷൻ കൊടുക്കാം, അവാർഡ്സ് കൊടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്ത് അവരെ എൻകറേജ് ചെയ്യണം. അല്ല കുറച്ച് കഴിയുമ്പോൾ അവരെന്താ വെച്ചാൽ മടുക്കും, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ആരും എന്നെ കാണുന്നില്ല എന്ന് അവർക്ക് തോന്നും. അവർക്ക് ആ റെക്കഗ്നേഷൻ കിട്ടില്ല. അവിടെ നിന്നാണ് ബി പ്ലേയേഴ്സ്. പിന്നെ സി പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അവർ കൾച്ചറുമായിട്ട് ഫിറ്റ് അല്ല, പക്ഷെ ഹൈ പെർഫോമേഴ്സ് ആണ്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ഇനഫ് ആയിട്ടുള്ള AC ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്, റിപ്പയർ ചെയ്യുന്നുണ്ട്, എല്ലാം കറക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു മീറ്റിങ്ങിന് അവർ വരുമല്ല, ഒരു ഇതിനും വരികയല്ല, കൾച്ചറായിട്ടൊരു ഇതുമില്ല, നമ്മളുടെ ഒരു കോൺവെർസേഷനായിട്ട് മാച്ചില്ല, സമയത്ത് ചെയ്യലൊന്നുമില്ല. അവർക്ക് വരുന്നാലും ചെയ്യും, കമ്മ്യൂണിക്കേഷനൊന്നുമില്ല. നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ആഗ്രഹം, കസ്റ്റമർ സർവീസ്, എന്ത് കസ്റ്റമർ സർവീസ്, ഇവന്മാരൊക്കെ എന്തിനാ ഇരിക്കുന്നത് ഈ മൈൻഡ് സെറ്റിലാണ്. എന്തൊരു ശല്യമാണിത്, നമ്മൾ മോൻ പിറപ്പിച്ചിട്ടാണ് അവർ ചെല്ലുന്നത് ചിലപ്പോൾ. പക്ഷെ അവർ പണി കറക്റ്റായിട്ട് ചെയ്യും. ഇങ്ങനെയുള്ള ആൾക്കാരെ മറ്റേ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ആൾക്കാരിൽ കുറച്ച് കള്ളത്തരമുള്ളവരും ഉണ്ടാവും. വേറെ ആരും അറിയണ്ട, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അതെന്ന് വെച്ചാൽ ഹൈ പെർഫോമൻസ് ഇല്ലാത്ത ലോ പെർഫോമൻസ് ഉള്ള കൾച്ചർ മാച്ച് ചെയ്യുന്ന ആൾക്കാരെ ചിലപ്പം ചില ആൾക്കാർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുമായിരിക്കും. ഇങ്ങനെ സംസാരിച്ച് നമ്മളെ കയ്യിലെടുത്തോണ്ടിരിക്കും. നല്ല വർത്താനം, നല്ല കരിസ്മ, നല്ല ഇതായിട്ട് എല്ലാ കാര്യങ്ങളും പറയും. പക്ഷെ അവരൊന്നും ചെയ്യല. ഞാൻ അമേരിക്കയിൽ ഈ പറഞ്ഞ രീതിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് കുറച്ച് അമേരിക്കൻസ് ഒക്കെ നമ്മളോട് വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പം ആ സിറ്റുവേഷനിൽ ചില ആൾക്കാർ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയുള്ളൂ. ഞാൻ ചോദിച്ചാൽ എന്താണ് പരിപാടി ഇവിടെ? അപ്പം ചില ആൾക്കാർ ഡോണറ്റ് മേടിച്ചുകൊണ്ട് വരും. ബേഗിൾസ് ഒക്കെ, നാട്ടിൽ ബേഗിൾസ് ഒക്കെ ഇല്ലേ ഇപ്പം. അപ്പം ബേഗിൾസും ഡോണറ്റും ഒക്കെ മേടിച്ചുകൊണ്ട് വരുന്നു. അപ്പം എല്ലാവരും മരിയ ഡോണറ്റ് മേടിച്ചല്ലേ, നല്ല. അപ്പം കമ്പനിയിലുള്ള എൻ്റെ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരും ഹാപ്പിയാണ് ആളുമായിട്ട്. എന്താണ്, ആള് ഡോണറ്റ് മേടിക്കുന്നു, ആള് ആയിഷ്കരെങ്കിൽ ഓർക്കുക, ഭയങ്കര അടിപൊളിയാണ്. ആളുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു ഫീമെയിൽ ആയിരുന്നു. അപ്പം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടി ഡോണറ്റും ബേഗിൾസും അടുത്ത ആഴ്ച തൊട്ട് നിർത്തിക്കോളാൻ പറഞ്ഞു, കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു. അപ്പം ആള് പറഞ്ഞു, അതിനാ അല്ല അത് നീ പൈസ കൊടുത്ത് കൊണ്ടുവരേണ്ട സാധനമല്ല. കാരണം വെച്ചാൽ ആ ഗെയിം പൊളിച്ചാലേ ഉള്ളൂ എനിക്ക് ആളെ പറഞ്ഞു കൊടുത്തുള്ളൂ. കാരണം എല്ലാ ആൾക്കാരും എപ്പോഴാണ് മര്യാദ ഡോണറ്റ് വരുന്നത്, ബേഗിൾസ് വരുന്നതെന്ന് പറഞ്ഞിരിക്കുവാണ് എൻ്റെ ടീം, എൻ്റെ ബോസ് സഹിതം. ഓക്കെ, ഞാൻ പറഞ്ഞു ഡോണറ്റ് നിർത്തിക്കോ, ബേഗിൾസ് നിർത്തിക്കോ, കാപ്പി നിർത്തിക്കോ. എല്ലാ വെള്ളിയാഴ്ചയും കാപ്പിയാണ് മര്യാദ വഴി. മര്യാദ എന്നുള്ളത് ഇമാജിനറി നെയിമാണെന്ന് വിചാരിക്കുക. ചില ആൾക്കാർ സംസാരിച്ച് ജീവിക്കാൻ പഠിച്ചവരാണ്. നിങ്ങളൊരു വലിയ കമ്പനി ആണെങ്കിൽ നിങ്ങളുടെ കമ്പനിയിൽ ഒരു 30% ആൾക്കാർ ഇങ്ങനെയുള്ളവരായിരിക്കും. ചിലപ്പോഴേ നല്ല സംസാരമാണ്. അതുകൊണ്ട് ദൈവം നല്ലതായിട്ട് സംസാരിക്കാൻ പറഞ്ഞു വിടാനല്ലോ ഉദ്ദേശിക്കുന്നത്. നല്ലതായിട്ട് സംസാരിച്ച് പെർഫോം ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങൾ ചെക്ക് ചെയ്യണം, ഇന്റലിജന്റ് ബിസിനസ് ഓണർ എന്ന രീതിയിൽ നിങ്ങളുടെ ടീം അത്ര എഫിഷ്യൻ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന്. ഓക്കെ, അപ്പം ഈ ആൾക്കാർ ചിലപ്പോൾ മര്യാദ ഇല്ലാത്ത ആൾക്കാരായിരിക്കും സി പ്ലേയേഴ്സ്. അവർക്ക് മര്യാദയില്ല. അവരെ മര്യാദ പഠിപ്പിക്കുക എന്നല്ല, മര്യാദ പഠിപ്പിക്കുക. അവരെ സംബന്ധിച്ചോളം കൾച്ചറുമായിട്ട് മാച്ച് ചെയ്ത്, കസ്റ്റമറെ കെയർ ചെയ്ത്, നമ്മുടെ വാല്യൂ ആയിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ പഠിക്കുക. അടുത്ത കാറ്റഗറി ഓഫ് ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഡി പ്ലെയേഴ്സ് ആണ്. അപ്പൊ ഡി പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത്രേ ഉള്ളൂ. അവര് ലോ കൾച്ചറാണ്, ലോ പെർഫോമൻസുമാണ്, രണ്ടുമാണ്. പെർഫോമൻസും ഇല്ല, കൾച്ചറുമായിട്ട് മാച്ച് ആകുന്നില്ല. ഇവരെ നന്നാക്കി എടുക്കുന്നതിന് നോക്കിയിട്ട് നിങ്ങൾ സമയം കൊടുത്തിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ അവർ പെർഫോമൻസും തരുന്നില്ല, കൾച്ചറും തരുന്നില്ല. നിങ്ങൾ പെർഫോമൻസ് അവരെ പഠിപ്പിക്കണം. AC ഇൻസ്റ്റാൾ ഇട്ട് ചെയ്യുന്നുമില്ല. എന്നാൽ അവരുടെ വായിൽ നിന്ന് വരുന്നത് സരസ്വതിയാണ്. നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുമോ? ഈ ആൾക്കാരെ നിങ്ങൾ കീപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ ബുദ്ധിമോശമാണ്, ഓക്കെ, അല്ല നിങ്ങളുടെ വീക്ക്നെസ് ആണ്. ഞാൻ കുറച്ച് ശക്തമായിട്ട് പറഞ്ഞോട്ടെ, നിങ്ങളുടെ വീക്ക്നെസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചോളം പേടിയാണ് അവരെ പറഞ്ഞു വിടാനായിട്ട്. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞു വിടാത്തത്. അല്ല നിങ്ങൾക്ക് ഗിൽറ്റാണ്, അല്ല ഷെയിമാണ്. അയ്യോ, ഞാൻ എന്നാലും പറഞ്ഞു വിട്ടാൽ എന്താവും, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ആ ഒരു പ്രശ്നമുണ്ട്, ഈ പ്രശ്നമുണ്ട്. നിങ്ങൾ പല സ്റ്റോറികളൊക്കെ പറയും. റിയാലിറ്റിയിൽ ഈ ആൾക്കാരെ അടുത്ത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് എന്ത്? നിങ്ങളുടെ കമ്പനിയിൽ അവരെ കീപ്പ് ചെയ്യുന്നത്. കാരണം അവരുടെ ലൈഫ് മിസറബിളാണ്. അവരുടെ ഇതുമായിട്ട് മാച്ച് ചെയ്യാത്ത കൾച്ചറിലാണ് അവർ ജോലി ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം വെച്ചാൽ കൾച്ചറിലാണ് അവർ ജോലി ചെയ്യുന്നത്. രണ്ടാമത്തെ തരം അവർ പെർഫോമൻസ് തരാൻ അവർക്ക് പറ്റുന്നുമില്ല. അവർക്ക് അസ്വസ്ഥതയാണ്. നടക്കുന്നില്ലോ എന്നോർത്ത് അവർ അസ്വസ്ഥമായിട്ട് നടക്കുന്നത്. എന്തിനാണ് ഇവരെ അസ്വസ്ഥതയിൽ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ദയവേത് അവരെ പറഞ്ഞു വിടുക. ഇതാണ് അവരോട് ചെയ്യാവുന്ന ഒരു ഉപകാരം. ചിലപ്പോൾ അവർ നന്നായി വേറെ നല്ലൊരു ജോലി കണ്ടുപിടിച്ച് ജീവിതത്തിൽ സന്തോഷത്തിലേക്ക് എത്തിയേക്കാം. ചിലപ്പോൾ അവരെത്തണമെന്നില്ല. അത് അവരുടെ ചോയ്സാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ രീതിയിൽ അവർ പറഞ്ഞു വിട്ട് അവരെ മിസറിയിൽ നിന്ന് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ഞാൻ സിൻസിയർലി ബിലീവ് ചെയ്യുന്ന കാര്യം. ഫൈനലി നമ്മുടെ ഫൈനൽ പോയിന്റിലേക്ക് നമ്മൾ എത്തി. A+ പ്ലേയേഴ്സ് എന്ന് പറഞ്ഞേക്കുന്ന അടുത്ത കാറ്റഗറി ഓഫ് ആൾക്കാരാണ്. A+ പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ടീം മെമ്പർ. നിങ്ങൾക്കൊരു ടീം മെമ്പർ അവരുടെ ജോലി ഒരു CEO ഒരു കമ്പനി എങ്ങനെ റൺ ചെയ്യുന്നോ അതുപോലെ അവരുടെ ജോലി റൺ ചെയ്യുവാണ്. നിങ്ങളൊരു CEO എന്ന രീതിയിൽ നിങ്ങളുടെ കമ്പനി എങ്ങനെ റൺ ചെയ്യുന്നത് അതുപോലെയാണ് അവരുടെ ജോലി റൺ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടുമല്ല. A പ്ലേയേഴ്സ് നിങ്ങൾക്ക് ഹയർ ചെയ്യാം. A+ പ്ലേയേഴ്സിനെ മോസ്റ്റ് ഓഫ് ദ ടൈം ഒരാളും വിട്ടുകൊടുക്കുകയില്ല. ക്ലിയർ ആണോ? നിങ്ങൾ വേറൊരു A+ പ്ലേയേഴ്സിനെ ഒരു കമ്പനിയിൽ നിന്ന് നിങ്ങൾ ഒന്നേ അടിച്ച് കട്ടെടുക്കണം. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ A പ്ലേയേഴ്സിനെ ട്രെയിൻ ചെയ്ത് A+ പ്ലേയേഴ്സ് ആക്കി മാറ്റിയെടുക്കണം. ഈ വഴികളെ A+ പ്ലേയേഴ്സിന് കിട്ടാനുള്ളൂ. A+ പ്ലേയേഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അവരോട് സിഗ്നിഫിക്കൻ്റ്ലി ലോയലായിട്ട് സിഗ്നിഫിക്കൻ്റ്ലി ടേക്ക് കെയർ ചെയ്ത് അവരെ നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അവർ നിങ്ങളുടെ 1% ആൾക്കാരാണ്. എന്ന് വെച്ചാൽ 100 പേരിൽ ഒരാളായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുന്നത്. 1000 പേര് 2 പേരായിരിക്കും ഉണ്ടാകുന്നത്. അവർ നിങ്ങളുടെ മുത്താണ്. ഓക്കെ, അപ്പം നിങ്ങൾ അവരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ടേക്ക് കെയർ ചെയ്യണം. അവർ CEOs ആയിട്ട് ഉള്ള ആൾക്കാരാണ്. അവർക്ക് ഒരുപാട് എഫോർട്ടൊന്നും വേണ്ട. അവരെ മാനേജ് ചെയ്യാൻ എഫോർട്ടൊന്നും വേണ്ട. അവർക്ക് ഡ്രാമ ഒന്നുമില്ല. അവരെ സംബന്ധിച്ചോളം അവർക്ക് അവരുടെ പെർഫോമൻസ് നിങ്ങൾ കാണുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തിയാൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓൾമോസ്റ്റ് ആരും തന്നെ A+ പ്ലേയേഴ്സ് ആയിട്ട് വരാറില്ല. അപ്പം ഇന്നത്തെ ഈ കോൺവെർസേഷൻ്റെ എൻഡിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട, നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വെച്ചാൽ ഇതാണ് ചോദ്യം. ഞാൻ പറഞ്ഞിട്ടാന്ന് പറയരുത്, ദയവ് ചെയ്ത് നമ്മൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. എൻ്റെ അയലോക്കത്തുള്ള ചെറുപ്പത്തിൽ എന്നോട് വഴക്കുണ്ടാക്കിയ തൊമ്മൻ എന്ന് പറഞ്ഞ കൺസൾട്ടന്റ് പറഞ്ഞിട്ടാണ് ചെയ്തേക്കുന്നത്. അതായത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ D പ്ലേയേഴ്സിനെ പറഞ്ഞു വിടുക, ഈ ആഴ്ച പറഞ്ഞു വിടുക. അതിന് പകരം A പ്ലേയേഴ്സിനെ ഹയർ ചെയ്യുമോ? അതോ ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞെല്ലാം കേട്ടിട്ട് നിങ്ങൾ വീട്ടിൽ പോയി അയ്യോ അങ്ങനെ ഇങ്ങർക്ക് ഇതൊക്കെ പറയാം, പക്ഷെ എൻ്റെ ജീവിതം എനിക്കല്ലേ അറിയത്തുള്ളൂ എന്നാ നിങ്ങൾ പറയുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ നിൽക്കാൻ പോവാണ്. അത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ C പ്ലേയേഴ്സിനെ കണ്ടുപിടിക്കുക. ആരാണ് നിങ്ങളുടെ C പ്ലേയേഴ്സ്? എത്ര പേരുണ്ട്? അവരെ നിങ്ങളുടെ കൾച്ചറുമായിട്ട് മാച്ച് ചെയ്യാനായിട്ട് നിങ്ങളുടെ കൾച്ചർ അവരെ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഇൻഡിവിജ്വലായിട്ടോ കളക്റ്റീവായിട്ടോ അവരെ നിങ്ങൾ കാണിച്ചു കൊടുക്കുക, കൾച്ചറുമായിട്ട് മാച്ച് ചെയ്ത് കൾച്ചറുമായിട്ട് കണക്റ്റഡ് ആകാനായിട്ട്. മൂന്നാമത്തെ കാര്യം വെച്ചാൽ നിങ്ങളുടെ B പ്ലേയേഴ്സ് ആരാണെന്ന് കണ്ടുപിടിക്കുക. ആ B പ്ലേയേഴ്സിന് എന്ത് ട്രെയിനിങ് ആണ് വേണ്ടത്, എന്ത് സ്കില്ലാണ് ഓരോ B പ്ലെയറിനും, എന്ത് സ്കില്ലാണ് മിസ്സിങ് അയക്കുന്നത്, എന്ത് സ്കില്ലാണ് അവർക്ക് കൂടുതൽ വേണ്ടത്, ആ സ്കില്ലുമായിട്ട് കണക്റ്റഡ് ആകാനായിട്ട് അവർക്ക് എന്ത് ട്രെയിനിങ് ആണ് വേണ്ടത് എന്ന് കണ്ടുപിടിച്ച് ആ ട്രെയിനിങ് കൊടുക്കുക. അതുകൂടാതെ ഫൈനലി നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ A പ്ലേയേഴ്സിനെ എങ്ങനെ നിങ്ങൾക്ക് റിവാർഡ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ ആലോചിക്കുക. എങ്ങനെ നമുക്ക് അവരെ ടേക്ക് കെയർ ചെയ്യാം, A+ പ്ലേയേഴ്സ് ആക്കാം. അല്ല A+ പ്ലേയേഴ്സ് ആണെങ്കിൽ അവരെ എങ്ങനെ കീപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഫൈനലി ഞാൻ 5 പില്ലേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 5 പില്ലേഴ്സ് ആയിട്ട് കണക്റ്റഡ് ആയിട്ട് ട്രസ്റ്റ് വർത്തി ആയിട്ട് റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന ലീഡർഷിപ്പ് ഉള്ള കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു ടീം നിങ്ങൾക്ക് എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാം. അത് മാത്രമല്ല, നിങ്ങളുടെ ഫേസ്, നിങ്ങൾ I അല്ലെങ്കിൽ V ഫേസിലാണെങ്കിൽ ആ ഫേസിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എങ്ങനെ ഒരു വേൾഡ് ക്ലാസ് ടീം ഉണ്ടാക്കിയെടുക്കാം. ഇതാണ് വേൾഡ് ക്ലാസ് ടീം ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഈ കോൺവെർസേഷൻ. നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാലിടുക.
അത് മാത്രമല്ല, നിങ്ങൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇവിടെ വന്ന് ഷെയർ ചെയ്യുക. താഴെയുള്ള കമൻറ്റ് നിങ്ങൾ എവിടെ കാണുന്നു അവിടെ ഷെയർ ചെയ്യുക. നിങ്ങൾ എങ്ങനെയാണ് ഈ ഈ ഐഡിയാസ്, യുണീക്ക് ആയിട്ടുള്ള ഐഡിയാസ് നിങ്ങളുടെ ബിസിനസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നിങ്ങളുടെ ടീമിനെ ബിൽഡ് ചെയ്തതെന്ന്. വലിയൊരു സ്വപ്നമുള്ള, എന്നെക്കാളും വളരെ വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ, ബിസിനസ്സുകാരിയായിട്ട് നിങ്ങൾ മാറട്ടെ. ലുക്ക് ഫോർ ടു സീയിങ് യു ദെയർ.